ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما ننشئ إليك لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال أنس رضي الله عنه قال لي رسول الله صلى الله عليه وسلم يا بني إن قدرت أن تصبح وتمسي وليس في قلبك غش فافعل. ثم قال لي ذلك من سنتي ومن أحيا سنتي فقد أحبني ومن أحبني كان معي في الجنة. خذ بأيدينا فلا ملجأ لنا سواك يا خير خلق الله تنجينا تقيعا هاويا أحمد الله البالي صلى على خير النبي باسم خير المنجلي سيدي خير النبي. لا إله إلا الله لا إله إلا الله محمد رسول الله. يسيرا أمر البنات والبانين معرخا والرشاد بفضلك اللهم وافق للوفاء. يسيرا أمر البنات والبانين معرخا والرشاد بفضلك اللهم وافق للوفاء. توبة طالبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي. لا إله
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദരണീയരായ അഭിവന്ദ്യരായ ഗുരുവര്യർ, നമ്മെയെല്ലാം ഈ പ്രഭ വലയത്തിലേക്ക് എത്തിച്ച വന്ദ്യരായ ഗുരുവര്യർ ശൈഖുന ബാവ ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫപ്പെടുത്തി ഇനിയും നിരവധി ഗ്രന്ഥങ്ങൾ എഴുതാനും സമൂഹത്തിന് ഗുണം ചെയ്യാനും ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു ശക്തി നൽകുമാറാവട്ടെ. ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള ഉമ്മമാർ, ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാർ, അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കത്തും റാഹത്തും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഇടങ്ങേറുകളും ആഫാത്തുകളും എല്ലാ പ്രയാസങ്ങളുടെ ഭാണ്ഡങ്ങളും ഈ പരിശുദ്ധ റമദാനിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ തൊട്ട് ഇറക്കി തന്ന് അല്ലാഹു നമ്മളെ ഖൽബിന് സമാധാനം നൽകട്ടെ. ഭർത്താക്കന്മാർക്ക് അല്ലാഹു ആയുരാരോഗ്യം നൽകുമാറാവട്ടെ. മക്കൾക്ക് അല്ലാഹു തആല നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ കൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ വന്നിട്ട് ഇന്നത്തേക്ക് 7 ദിവസമാവുകയാണ്. ഇനി 23 ദിവസക്കാലം നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായി വ്യക്തമായി നോമ്പെടുത്ത് റമദാൻ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, റമദാൻ നമ്മളെ തൊട്ട് തൃപ്തിപ്പെട്ട് നാം റമദാനിനെ തൊട്ടും തൃപ്തിപ്പെട്ട് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അടുത്ത കൊല്ലം റമദാനിനെ സ്വീകരിക്കാനും എല്ലാറ്റിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റമദാൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ റമദാൻ പറയും, ബേജാറാവണ്ട, ഞാൻ അടുത്ത കൊല്ലം വരും. അങ്ങനെ നമ്മെ സമാധാനിപ്പിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന റമദാനിനോട്, എടാ അടുത്ത കൊല്ലം ഞാനും ഉണ്ടാകും എന്ന് പറയാൻ നമുക്ക് ഉറപ്പ് പറ്റില്ല, ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അടുത്ത റമദാൻ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും അതിന്റെ ഹഖ് പോലെ റമദാനിനെ പറഞ്ഞേക്കാനും റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരട്ടെ. മഖ്ബൂലായ ഹജ്ജ് ഉംറ സിയാറത്തിന് അല്ലാഹു തൗഫീഖ് ആക്കി തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ നേരം 1-2 വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഏറ്റവും ശ്രമകരമായ ഒരു പണി, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, ഏറ്റവും എടങ്ങേറ് പിടിച്ച ഒരു സംഭവം എന്താന്ന് ചോദിച്ചാൽ, നമ്മെ അല്ലാഹു ഹയാത്ത് നൽകി ഇനി ഒരു നാൾ നമ്മൾ മരിക്കും. മരിച്ചിട്ട് നമ്മളെ കെട്ടി ജനാസ കട്ടിലിൽ കയറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യത്തിന്റെ അകമ്പടിയോടുകൂടെ പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു ദിവസമുണ്ട്.
നമ്മുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ 100 കൂട്ടം മുഅ്മിനീങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഏറ്റവും ശ്രമമായ പണി എന്നത് ആ മുഅ്മിനീങ്ങൾക്ക് മുന്നിൽ മുസ്ലിമായി കടന്നു കൊടുക്കുക എന്നതാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം, എന്റെ കൂടെ ഉണ്ടാവണം. അലക്കിത്തേച്ച വേർഡ്സുകളൊന്നും ഇന്നത്തെ പ്രസംഗത്തിൽ പ്രതീക്ഷിക്കണ്ട. മലപ്പുറത്തിന്റെ നടുക്കണ്ടത്തിൽ നിന്ന് വരിക. അപ്പൊ ഈ തൊള്ളി കൂടെ വരുന്നൊക്കെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഏറ്റവും ശ്രമകരമായ ഒരു പണി എന്നത് 4 ആള് നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ ആ മുസ്ലിമീങ്ങളുടെ മുന്നിൽ മുസ്ലിമായി കടന്നു കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പണി. അല്ലാഹു നമുക്ക് തൗഫീഖ് ആക്കട്ടെ. മുസ്ലിമായി കടന്നു കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പണി. ബഗ്ദാദിലെ ഒരു ഖാളി ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നം നമുക്ക് തെളിവൊന്നുമല്ല, എന്നിരുന്നാലും വലിയ ആശ്വാസമാണ് സ്വപ്നം. നല്ല സ്വപ്നങ്ങളുണ്ട്, സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനങ്ങളുണ്ട്. നാളിപ്പോ ഒരു കുട്ടി സ്വപ്നം കണ്ടത്രേ പോത്ത് ചിറകച്ച് പാർന്നത്. ഓനോട് പറഞ്ഞു ഒതിർത്ത് കിടന്നുറങ്ങണമെന്ന്. അതിനൊന്നും വ്യാഖ്യാനം പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ബഗ്ദാദിലെ ഖാളി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ ഒരു വല്ലാത്ത ഹമ്മിലും പ്രയാസത്തിലുമായിട്ടാണ് മുത്തുനബിയെ സ്വപ്നത്തിൽ ദർശിക്കുന്നത്. ഈ ബഗ്ദാദിലെ ഖാളി ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അല്ല നബിയെ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ മുഖം വിവർണമായി കിടക്കുന്നല്ലോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ കൽബിലും നിങ്ങളെ കൽബിലും തറക്കേണ്ടതാണ്. ഇന്നത്തെ രാത്രിയിൽ 1700 പേർ, ഇന്നത്തെ രാത്രിയിൽ 1700 പേർ മരണപ്പെട്ടു. എന്റെ ഉമ്മത്തിൽ നിന്ന് മരണപ്പെട്ടു. 1698 പേരും അമുസ്ലിമീങ്ങളായിട്ടാണ്, കാഫിറായിട്ടാണ് ചത്തുപോയത്. 2 ആളുകൾ മാത്രമാണ് മുസ്ലിമായി മരിച്ചുപോയത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും ശ്രമകരമായ പണി എന്നത് 4 ആള് മയ്യത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ അവരുടെ മുന്നിൽ മുസ്ലിമായി കടന്നു കൊടുക്കുക. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്റൊക്കെ പഠിപ്പിച്ചു, അല്ലമാൻ അല്ലമാൻ മിൻ സവാലിൽ ഈമാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ നാട്ടിൽ ലോകത്ത് 800 കോടി ജനങ്ങളുണ്ട്. ആ 800 കോടിയിൽ 300 കോടിയേ മുസ്ലിം ഉള്ളൂ. ബാക്കിയെല്ലാം ഇരട്ടി മുഴുവനും അമുസ്ലിമീങ്ങളാണ്. അല്ലാഹു നമുക്ക് ഹിദായത്തിനെ തന്നു. ഇന്ത്യ രാജ്യത്ത് 14% മുസ്ലിമുള്ളൂ. അതിൽ തന്നെ നിസ്കരിക്കണ മുസ്ലിമിനെ മാറ്റി നിർത്തിയാൽ 2-3% മാറും. ഏറ്റവും പ്രയാസകരമായ കാര്യം, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, മുസ്ലിമായി മരിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാക്കളായ പണ്ഡിതന്മാരെ, മഹാത്മാക്കളായ ദാക്കിരീങ്ങളെ, സ്വാലിഹീങ്ങളെ നാം പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഏറ്റവും ഭയപ്പെട്ട രംഗമേതെന്ന് ചോദിച്ചാൽ മരണസമയമാണ് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മരിക്കാൻ ഇങ്ങനെ കിടക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ടൊരു പൊട്ടിക്കരയാണ്. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി തങ്ങൾ പൊട്ടിക്കരയാണ്. പൊട്ടിക്കരയുന്ന ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി തങ്ങൾ അടുത്തുള്ള ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ വേളയിൽ പൊട്ടിക്കരയുന്നത്?
സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി, എനിക്കിന് കുറഞ്ഞ സമയങ്ങൾ കൂടെ ബാക്കിയുണ്ടല്ലോ, എനിക്ക് കുറഞ്ഞ സമയം കൂടെ ബാക്കിയുണ്ടല്ലോ. ആ സമയത്തെങ്ങാനും റബ്ബന്റെ ഈമാൻ ഊരിക്കൊണ്ടുപോയാൽ ആ റബ്ബ് ആ ഒരു സമയം കഴിയാതെ എനിക്ക് സമാധാനമില്ല. ആ ഒരു സമയത്തെങ്കിലും എന്റെ റബ്ബന്റെ ഈമാൻ കൊണ്ടുപോയാൽ ഞാൻ ഇക്കാലം വരെ നിസ്കരിച്ചത്, ഞാൻ ഇക്കാലം വരെ നോമ്പെടുത്തത്, ഞാൻ ഇക്കാലം വരെ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്തത് എല്ലാം ഖറാബായി തകർന്ന് തരിപ്പണമായില്ലേ, നരകത്തിന്റെ കത്തിയാളുന്ന വിറകായി മാറിയില്ലേ. മഹാത്മാക്കളൊക്കെ പേടിച്ച ഉറച്ച രംഗമാണ് മരണം എന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ അല്ലാഹു നമുക്ക് തന്ന വലിയ നിഅമത്ത്, അല്ലാഹു നമുക്ക് തന്ന വലിയ തൗഫീഖ്, നമ്മെ അല്ലാഹു മുസ്ലിമായി ജീവിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു 800 കോടി മനുഷ്യരിൽ തുലോം 300 കോടി ആളുകൾ മാത്രം ഇന്ത്യ രാജ്യത്ത് 14% നിസ്കാരവും നോമ്പുമുള്ള മുസ്ലിമായി നമ്മൾ മാറിയില്ലേ. റബ്ബ് നമുക്ക് ചെയ്ത തൗഫീഖ് അത് ചില്ലറയല്ല. മഹാനരായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആദ്യകാലത്തിൽ അത്ര കണ്ട് ജീവിതത്തിൽ ശ്രദ്ധ പുലർത്താത്ത ആളായിരുന്നു. പഴയ കാലത്ത് ബഹുമാനപ്പെട്ടവർ വലിയ പോക്കിരിയായി നടന്ന കാലമുണ്ടായിരുന്നു. ഒരിക്കൽ ഈ പോക്കിരിയായി നടക്കുന്ന കാലത്ത് ബിശ്റുൽ ഹാഫി ഒരു പേപ്പർ കൊണ്ടു. ആ പേപ്പറിൽ അല്ലാഹുവിന്റെ നാമമെഴുതിയിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ ചവിട്ടി മതിച്ചു പോകുന്നത് കണ്ടപ്പോൾ ബിശ്റുൽ ഹാഫി ആള് പോക്കരിയൊക്കെയാണെങ്കിലും ഈ പേപ്പർ ഇവിടെ കിടക്കാൻ പറ്റിയതല്ല. ആളുകൾ ചവിട്ടേണ്ട പേരല്ല ഇത് എന്ന് മനസ്സിലാക്കി ആ പേപ്പർ എടുത്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ നല്ല മുന്തിയാത്തൊരു പുരട്ടി അത് ഉയർന്ന സ്ഥലത്ത് വെച്ചു. അന്ന് രാത്രി ബിശ്റുൽ ഹാഫി ഉറങ്ങുമ്പോൾ ബിശ്റുൽ ഹാഫി സ്വപ്നത്തിൽ കാണുന്നു, ത്വഖർനാക കമാ ത്വഖർത ഇസ്മനാ, എന്റെ പേര് നിങ്ങൾ ശുദ്ധീകരിച്ചതുപോലെ നിങ്ങളെ നമ്മൾ ശുദ്ധീകരിച്ചു പോയി. അവിടെ മുതലാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങളെ ജീവിതം മാറുന്നത്. അങ്ങനെ പിന്നീട് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ആളായി ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ മാറി. ആ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു കാൽ വീട്ടിന്റെ അകത്തേക്കും മറ്റൊരു കാൽ വീടിന്റെ പുറത്തും വെച്ച് ആ നിന്ന നിർപ്പ് സുബഹി വരെ നിന്നു. ഒരു കാല് വീട്ടിന്റെ അകത്തും ഒരു കാല് വീട്ടിന്റെ പുറത്തും വെച്ച് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു നിന്നങ്ങട്ട് നിന്നു. സുബഹി വരെ അങ്ങനെ നിന്നു. ആളുകൾ ബിശ്റുൽ ഹാഫിനോട് ചോദിച്ചു, എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? രാത്രി നിങ്ങൾ ഇങ്ങനെ ഒരു കാല് വീട്ടിന്റെ അകത്തും ഒരു കാല് വീട്ടിന്റെ പുറത്തും ആ നിപ്പ് നിങ്ങൾ സുബഹി വരെ നിന്നല്ലോ. ബിശ്റുൽ ഹാഫി തങ്ങളെ മറുപടി, ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കാല് വീട്ടിലേക്ക് വെച്ചിട്ട് മറ്റേ കാല് വീട്ടിലേക്ക് വെക്കാനിരിക്കുമ്പോഴാണ് എനിക്ക് ബിശ്റുൽ മജൂസിയെ ഓർമ്മ വന്നത്, എനിക്ക് ബിശ്റുൽ യഹൂദിയെ ഓർമ്മ വന്നത്, എനിക്ക് ബിശ്റുൽ നസ്റാനിയെ ഓർമ്മ വന്നത്. എന്നെ അല്ലാഹു ബിശ്റുൽ യഹൂദിയാക്കിയില്ല, എന്നെ അല്ലാഹു ബിശ്റുൽ മുസ്ലിമാക്കിയല്ലോ.
അക്കാലത്ത് യഹൂദികളും നസ്രാനികളും മജൂസികളും ഒക്കെ ബിഷർ എന്ന പേരിടാറുണ്ട്. എന്നെ അള്ളാഹു അതിലൊന്നും പെടുത്താതെ എന്നെ അള്ളാഹു ഈമാനാകുന്ന ആ ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ട് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചല്ലോ. റബ്ബ് എനിക്ക് ചെയ്ത അനുഗ്രഹവും റബ്ബ് എനിക്ക് ചെയ്ത നിഅമത്തും ഞാൻ ആലോചിച്ചപ്പോൾ, ആ നിപ്പ് റബ്ബ് എനിക്ക് തന്ന തൗഫീഖ്, ആ തൗഫീഖ് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ആ നിപ്പ് അങ്ങോട്ട് നിന്നതാണ്. കണ്ടോ മഹാത്മാക്കൾ, കണ്ടോ ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞത്, കിട്ടാക്കനിയാണ് ഈമാൻ. നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന തൗഫീഖ്, മുസ്ലിമായി നമ്മെ അല്ലാഹു ജീവിപ്പിച്ചു. ഇനി മുസ്ലിമായി മരിക്കണം. മരിച്ച് കടന്നു കിടക്കുമ്പോൾ മുസ്ലിമായി മുഅ്മിനീങ്ങളുടെ മുന്നിൽ കടന്നു കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ വഴി? എന്താണ് അതിന് വഴി? എന്താണ് അതിന് വഴി? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ഓശാരമായി, അവന്റെ മഹല്ല് ഫളിൽ കൊണ്ട്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ വല്ല കണാരന്റെയോ ദേവിന്റെയോ ഒക്കെ മകനായിട്ടോ മകളായിട്ടോ ആണ് ജനിക്കണതെങ്കിൽ നമ്മൾ ആ പോക്ക് അങ്ങോട്ട് പോവല്ലേ ചെയ്യാ. എത്ര ആളുണ്ട് അതിൽ നിന്നിട്ട് കൺവേർട്ടായി മുസ്ലിമായി വരുന്നവർ. റബ്ബ് നമ്മളെ മുസ്ലിമായ ഒരു ബാപ്പക്കും ഉമ്മക്കും നമ്മളെ അള്ളാഹു ജീവിപ്പിച്ചു, നമ്മെ അള്ളാഹു ജന്മം നൽകി. റബ്ബ് നമുക്ക് ഈമാനാകുന്ന ആ മഹാൻ നിധി തന്നു. അതിന്റെ തൗഫീഖും അതിന്റെ വലിപ്പവും അതിന്റെ അളമത്തും പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ റബ്ബ് നമുക്ക് തന്ന ആ വലിയ മഹത്തായ ഈമാനാകുന്ന ഹിദായത്താകുന്ന നിധി നമ്മുടെ ഹൃദയത്തിൽ ഖൽബിൽ കാത്തു സൂക്ഷിച്ചു പോകണം. ആ ഈമാനിന് പരിക്കേൽക്കാതെ, ആ ഈമാനിന് പരിക്കേൽക്കാതെ, ആ ഈമാനിന് വിള്ളലുണ്ടാക്കുന്ന, ആ ഈമാനിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നും ഉണ്ടാകാതെ ആ ഈമാനിനെ വളരെ ഭദ്രമായി നാം സൂക്ഷിക്കണം. അതാണ് അതിനുള്ള വഴി. അതാണ് അതിനുള്ള വഴി. എന്നിട്ട് ഈമാനിനെ പുഷ്ടിപ്പെടുത്താൻ, ആ ഈമാനിനെ വളർത്താൻ, ആ ഈമാനിനെ പരിപോഷിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് വരണം. അതിന്റെ പേരാണ് തഖ്വ എന്ന് പറയുന്നത്. അതിനുള്ള വഴി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. അതിനുള്ള വഴി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ വത്തിബാഉ വഹുവ റഅസു ശർരി ഹബായില. സകലമാന വിജയത്തിന്റെയും നിദാനം തഖ്വയാണ്. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. എന്താണ് തഖ്വ എന്ന് മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. 4 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തഖ്വ എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത്. ഒന്നാമതായി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, തഖ്വയുടെ മർമ്മം എന്ന് പറയുന്നത്, തഖ്വയുടെ ആകത്തുക എന്ന് പറയുന്നത് അൽ ഖൗഫു മിനൽ ജലീൽ, യജമാനനായ അല്ലാഹുവിനെ പടച്ചോനെ പേടി. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പടച്ചോനെ പേടി. പടച്ചോനെ പേടി നമ്മുടെ കൽബിലുണ്ടാവണം. നമ്മളുടെ ഏറ്റവും വലിയ പരാജയം അവിടെ തന്നെ. 4 ആളുകളെ മുന്നിൽ കാണാനും പറയാനും അറുക്കുന്നത് ഒറ്റക്ക് നിൽക്കുമ്പോൾ കാണുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പടച്ചോനെ പേടില്ല. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെ കൽബ് പെടക്കിടില്ലെങ്കിൽ നമുക്ക് പടച്ചോനെ പേടി കുറവാ. അൽ ഖൗഫു മിനൽ ജലീൽ, പടച്ചോനെ പേടി. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവറുകളടക്കം ഒരുപാട് മഹാരഥന്മാരെ
അംറു ബിൻ ഹുബൈറ എന്ന ഭരണാധികാരി ഒരുമിച്ചു കൂട്ടി. അങ്ങനെ ഒരുമിച്ചു കൂട്ടിയപ്പോൾ അംറു ബിൻ ഹുബൈറ കാര്യം അവതരിപ്പിച്ചു. എനിക്ക് ഖുറാസാൻ അടക്കമുള്ള നിരവധി പ്രദേശങ്ങളുടെ ഭരണ നേതൃത്വം എനിക്ക് യസീദ് എന്ന ഭരണാധികാരി തന്നിട്ടുണ്ട്. പക്ഷെ യസീദ് എന്ന ഭരണാധികാരി എന്നോട് പറഞ്ഞത് നേരും നെറിയിലും ഒക്കെ ഭരിക്കാൻ വിചാരിച്ചാ നടക്കൂല, എല്ലായിടത്തും നീതി തന്നെ വിജയിക്കണം, നീതിയോടുകൂടെ ഞാൻ ഭരിക്കൂ എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്തു തരേണ്ടി വരും. നേരാവട്ടെ ബാത്തുലാവട്ടെ ഹക്കാവട്ടെ സത്യമാവട്ടെ അല്ലാത്തതാവട്ടെ, ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞാൽ പറഞ്ഞ കാര്യം നേറും നെറിയും നോക്കാതെ നീ എനിക്ക് സാധിപ്പിച്ചു തരണം. ആ നിലക്കൊക്കെ എന്ന കണ്ടീഷനോട് കൂടെ നിനക്ക് ഭരണം തരോ. അംറു ബിൻ ഹുബൈറയാവട്ടെ കുറച്ചൊക്കെ പടച്ചോനെ പേടിയുള്ള ആളാണ്. അതിനാൽ തന്നെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാത്മാക്കളായ പണ്ഡിതന്മാരെ തന്റെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് യസീദ് എന്ന രാജാവ് ഇത്തരം പ്രദേശങ്ങളുടെ അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ കണ്ടീഷൻ എന്തെന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞത് നിങ്ങൾ എനിക്ക് അനുസരിക്കണം എന്നതാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം, നേരും നെറിയും നോക്കാതെ ഭരിക്കണമെന്നാണ് യസീദിന്റെ ഓർഡർ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അംറു ബിൻ ഹുബൈറ. അപ്പൊ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, യബ്ന ഹുബൈറ ഖഫില്ലാഹ ഫീ യസീദ് വലാ തഖഫ് യസീദ ഫില്ലാഹ് وَاعْلَمْ أَنَّ اللَّهَ يَمْنَعُكَ مِنْ يَزِيدَ وَلَا يَمْنَعُكَ يَزِيدُ مِنَ اللَّهِ. യബ്ന ഹുബൈറ, ഒരു കാര്യം മനസ്സിലാക്കണം. ഖഫില്ലാഹ ഫീ യസീദ്, യസീദിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ പേടിച്ചോ. വലാ തഖഫ് യസീദ ഫില്ലാഹ്, നേറിയും നെറിയോടുകൂടെ ഭരിക്കണമെന്നത് പഠിപ്പിച്ചത് റബ്ബാണ്. ആ റബ്ബിന്റെ വിഷയത്തിൽ യസീദിനെ പേടിക്കണ്ട. ഒരു കാര്യം കൂടെ ഹുബൈറ നീ മനസ്സിലാക്കണം. വഅലം അന്നല്ലാഹ യംനഉക മിൻ യസീദ്, യജമാനനായ ആണ്ട് കടാഹങ്ങളുടെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല യസീദിൽ നിന്ന് നിന്നെ തടയും. അതിന് കേൾപ്പും കപ്പാസിറ്റിയും റബ്ബിനുണ്ട്. എന്നാൽ വലാ യംനഉക യസീദു മിനല്ലാഹ്, റബ്ബിൽ നിന്ന് യസീദിനെ തടയാൻ യസീദിന് കഴിയില്ല. റബ്ബിൽ നിന്ന് നിന്നെ തടയാൻ, റബ്ബിൽ നിന്ന് നിനക്ക് പ്രൊട്ടക്ഷൻ തരാൻ അതേ യസീദിന് കഴിയൂല. ഇതങ്ങ് പറഞ്ഞപ്പോൾ എടാ ഇബ്നു ഹുബൈറ, പടച്ചോനെ പേടിച്ചോ, യസീദിനെ പേടിക്കണ്ട. റബ്ബ് യസീദിനെ തൊട്ട് നിന്നെ തടയും, റബ്ബ് യസീദിനെ തൊട്ട് നിന്നെ തടയും. അതേസമയം യസീദിന് നിന്നെ തൊട്ട് റബ്ബിനെ തടയാൻ കഴിയില്ല. ഇത് പറഞ്ഞപ്പോൾ യസീദ്, അതേ ബഹുമാനപ്പെട്ട ഇബ്നു ഹുബൈറ മഹാനവറുകൾ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയെന്ന ചരിത്രം. അല്ലാഹുവിനെ പേടിക്കുക, പടച്ചോനെ പേടിയാണ് തഖ്വയുടെ മർമ്മം. പടച്ചോനെ പേടിയാണ് തഖ്വയുടെ മർമ്മം.
ആ തഖ്വ ഉണ്ടെങ്കിലേ തഖ്വയുള്ള കൽബിലെ ഈമാൻ നിൽക്കുള്ളൂ. തഖ്വയുള്ള കൽബിലെ ഈമാൻ നിൽക്കുള്ളൂ. അല്ലാത്ത കൽബിൽ ഈമാൻ നിൽക്കൂല. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈമാൻ നമ്മുടെ കൽബിൽ ലംഘനമെങ്കിൽ ഈമാൻ കുറഞ്ഞും കൂടുമെന്നാണ്. അൽ ഈമാൻ യസീദു വയൻഖുസു. ആ ഈമാനിന്റെ കുറവ് തഖ്വ കുറയുമ്പോൾ, ആ ഈമാനിന്റെ കൂടൽ അത് തഖ്വ വർദ്ധിക്കുമ്പോൾ, തഖ്വയാണ് ഇതിന്റെ കമർമ്മം. തഖ്വയാണ് ഇതിന്റെ കമർമ്മം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ വിശ്വാസികളെ, കഴിവിന്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുവിൻ. എന്നിട്ട് അല്ലാഹ് പറയുന്ന വാക്കുണ്ട്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. കടക്കുമ്പോൾ, കടന്നു കൊടുക്കുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ കടന്നു കൊടുക്കരുത്. എല്ലാ മഹാത്മാക്കളും പേടിച്ച രംഗമാണ് ആ മരണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകരാണ്. ഈമാൻ തെറ്റൂല എന്ന് ഉറപ്പുള്ള ആളുകളാണ്. പക്ഷെ അവരും അഥവാ പടച്ചോനെ അങ്ങനെ പെട്ടുപോയാലോ എന്ന് പേടിക്കുന്നവരൊക്കെ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതഹു മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ. യൂസുഫ് നബിയുടെ ദുആ ആണിത്. പടച്ചോനെ, ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നീ എനിക്ക് അധികാരം തന്നു, എന്നെ നീ രാജാവാക്കി. റബ്ബ് ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ്. സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാനും പഠിപ്പിച്ചു തന്നു നീ എനിക്ക്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ച ഉടക തമ്പുരാനായ റബ്ബേ, ഒരൊറ്റ കാര്യമേ നിന്നോട് ചോദിക്കാനുള്ളൂ. തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, മുസ്ലിമായിട്ട് എന്നെ നീ മരിപ്പിക്കാവൂ. നോക്കണം, അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ ദുആ ചെയ്തത് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കടന്നു കൊടുക്കുന്നത് മുസ്ലിമായി കടന്നു കൊടുക്കണം. അതിന് എന്താ വഴി? ഞാൻ പറഞ്ഞു, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. ഈമാനിന്റെ പരിപോഷണം അത് തഖ്വയിലൂടെയാണ്. ഈമാനിന്റെ ലംഘൽ, കുറയൽ, ഈമാനിന്റെ പ്രകാശം ഇല്ലാണ്ടാവൽ അത് തഖ്വയുടെ കുറവോടുകൂടെയാണ്. അപ്പൊ അതിനെന്ത് വേണം? നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കണം. ഒരു പോത്തിന്റെ ജീവിതം, ഒരാടിന്റെ ജീവിതം, ഒരു കന്നുകാലി നേരം പൊടുത്ത് വൈകുന്നേരാകണത് പോലെ ആവരുത് ഒരു മുസ്ലിമായ എന്റെയും നിങ്ങളുടെയും ജീവിതം. ഒരു കന്നുകാലി നേരം പൊടുത്ത് വൈകുന്നേരാകണ ലാഘവത്തിലാകരുത് എന്റെയും നിങ്ങളുടെയും ജീവിതം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാവണം? അതാണ് ഇന്നത്തെ എന്റെ വിഷയം. വിശ്വാസിയുടെ ജീവിതം, വിശ്വാസിയുടെ ഒരു ദിവസം, വിശ്വാസിയുടെ ഒരു ദിവസം, അതാണ് ഇന്നത്തെ എന്റെ വിഷയം. ഞാൻ ഈ പറയുന്ന രൂപത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശ്വാസിയുടെ ഒരു ദിവസം, വിശ്വാസിയുടെ ഒരു ദിവസം എന്ന് പറയുമ്പോ ഒരു ദിവസം ഇങ്ങനൊക്കെ നടന്നാൽ മതി, ബാക്കിയുള്ള ദിവസം എങ്ങനെയാവാം എന്ന് മനസ്സിലാക്കരുത്. ചിലപ്പോ അങ്ങനൊക്കെ ഉണ്ടാകും. നാളിപ്പോ ഒരു ഉസ്താദ് കള്ളൂടിയന്മാർക്ക് ക്ലാസ് കൊടുത്തു, മദ്യപാനികൾക്ക് ക്ലാസ് കൊടുത്തു. അങ്ങനെ ക്ലാസ് എടുത്ത് എത്ര പറഞ്ഞിട്ട് ഇത് കള്ളൂടിയന്മാരല്ല, ഐറ്റങ്ങൾ ഇത് മനസ്സിലാവണില്ല, ഐറ്റങ്ങൾ ഇങ്ങനെ ഉസ്താദിനെ നോക്കി കുതിരാക്കുക.
അപ്പൊ ഉസ്താദ് മനസ്സിലാക്കുന്ന അവർക്ക് പ്രാക്ടിക്കലായി കാട്ടിക്കൊടുക്കണം ഈ കള്ളിന്റെ ദൂഷ്യഫലങ്ങൾ എന്ന് വിചാരിച്ച്. അങ്ങനെ ഉസ്താദ് ഒരു ഗ്ലാസ് നല്ല ശുദ്ധജലവും ഒരു ഗ്ലാസ് കള്ളും ഇവിടെ എടുത്തു വെച്ചു. അങ്ങനെ ഒരു ഗ്ലാസ് ശുദ്ധജലവും ഒരു ഗ്ലാസ് വെള്ളം കള്ളും എടുത്തു വെച്ചു. എന്നിട്ട് പാടത്ത് പോയിട്ട് ഞൗഞ്ഞിനെ പിടിച്ചു കൊടുന്നു. ഞൗഞ്ഞി എന്റെ നാട്ടിലേക്ക് ഞൗഞ്ഞി എന്നാ പറയാ, ഇവിടേക്ക് എന്താ പറയാന്ന് അറിഞ്ഞൂടാ. ഞൗഞ്ഞി എന്ന് പറഞ്ഞാൽ അതിന്റെ മേലൊരു തോടൊക്കെ ഉണ്ടാകും, ഒരു ഒച്ചിന്റെ മാതിരി ഒരു സാധനം. ഏതായിരുന്നാലും ആ സാധനത്തിനെ ശുദ്ധജലത്തിലിട്ടു. അവ വളരെ സിമ്പിളായി അടിപൊളിയായിട്ട് ഈ ഞൗഞ്ഞി ഇങ്ങനെ അതിലിങ്ങനെ നീന്തുണ്ട്. എന്നിട്ട് അതേ ഞൗഞ്ഞിനെടുത്തിട്ട് ഉസ്താദ് അതിനെ ഈ കള്ള് കൊണ്ടുപോയിട്ടു. അതോടുകൂടി ആ സാധനം ചത്തു. അപ്പൊ അങ്ങനെ ഉസ്താദ് നല്ല പ്രതീക്ഷയിലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തേ മനസ്സിലായത് ചോദിച്ചു. അപ്പൊ കൂട്ടത്തിനൊരു കള്ളുകൂടിയൻ പറഞ്ഞു, കള്ള് കുടിച്ച ആ പള്ളന്റെ അകത്തെ കൃമിയൊക്കെ നശിക്കാൻ നല്ലതാണ്. കള്ള് കുടിച്ചാല് പള്ളന്റെ അകത്തെ കൃമിയൊക്കെ നശിക്കാൻ നല്ലതാണ്. അയാൾക്ക് അങ്ങനെ തിരിഞ്ഞത്. ഉസ്താദ് ആകെ നിരാശയായി. അപ്പൊ അങ്ങനല്ല ഈ പറഞ്ഞ അർത്ഥം. ഒരു ദിവസം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ദിവസം ഇങ്ങനെ, അടുത്ത ദിവസവും അതും ഈ പറഞ്ഞ രൂപത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, തഖ്വ നമ്മുടെ ഈമാൻ അത് ലംഘനം, ഈമാൻ അത് പ്രകാശിക്കണം, ഈമാൻ വർദ്ധിക്കണം. അതിന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം വേണം. ഇതാണ് ഇപ്പൊ നാം പറഞ്ഞു വെച്ചത്. അതിന് ഒരു വിശ്വാസിയുടെ ഒരു ദിവസം എങ്ങനെയാവണം? അത് വളരെ ക്രമീകരിച്ച ജീവിതം ആവണം. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിർബന്ധ ആരാധനകളിൽ നാം സൂക്ഷ്മത പുലർത്തി പരമാവധി കുറ്റമറ്റതാക്കാൻ ശ്രമിക്കണം. അതാണ് അതിന്റെ ഒന്നാമത്. അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ച നിർബന്ധ ആരാധനകൾ. ഫോർ എക്സാമ്പിൾ, നമ്മളെ നിസ്കാരം, നമ്മളുടെ നോമ്പ്, നമ്മളുടെ സകാത്ത്, നമ്മുടെ ഹജ്ജ് തുടങ്ങിയതായിട്ടുള്ള നാം ചെയ്യുന്ന നിർബന്ധമായും അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പരമാവധി കുറ്റമറ്റതാകണം. കുറ്റമറ്റതാകണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ വിവരം വേണം. നമ്മുടെ വിശ്വാസത്തിൽ മാത്രം ശരിയായ പോരാ, അള്ളാന്റെ അടുക്കലും ശരിയാകണം എന്ന ബോധം നമുക്ക് വേണം. പലപ്പോഴും 3 വട്ടമൊക്കെ ഇളകിയിട്ടുണ്ടാകും. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അഴകൊയമ്പൻ നിസ്കാരമോ അഴകൊയമ്പൻ നോമ്പോ ആയി പോകരുത്. നമ്മുടെ വിശ്വാസത്തിൽ എന്ത് എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റമറ്റ സ്വീകാര്യോഗ്യമായതാവണം. നമ്മുടെ വിശ്വാസമല്ല പ്രധാനം. മുമ്പ് ഒരു നമ്പൂതിരി ബസ് കയറിയാണ്ട് അങ്ങനെ പെരിന്തൽമണ്ണെത്തി, കോഴിക്കോട്ട് നിന്ന് കയറിയതാ. പെരിന്തൽമണ്ണെത്തിയപ്പോ ഇയാൾക്കൊന്ന് മൂത്രയിക്കാൻ പറ്റി. കുറച്ചേരൊക്കെ ബസ് പോകുമെന്ന് പേടിച്ചിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങില്ല. പിന്നെ ബസ് പോകാൻ നേരത്ത് മുട്ടിയത് ഊക്കിലായപ്പോ മൂപ്പരാണ്ടേ ഇറങ്ങി മൂപ്പര് മൂത്രയിക്കാൻ പോയപ്പോ ഒരാൾ പറഞ്ഞു, നമ്പൂതിരിച്ചോ ബസ് പോണു പറഞ്ഞു. ബസ് പോകില്ല, ബസ് പോകില്ല. ബസ് പോയി നമ്പൂതിരിച്ചോ, ബസ് അങ്ങനെ പോവാൻ ആ ടിക്കറ്റ് നമ്മളെ കയ്യിലല്ലേ. അപ്പൊ ഇയാള് പറഞ്ഞ ക്ലച്ചും ആക്സിലേറ്ററൊക്കെ മൂപ്പര കയ്യിലാട്ടോ എന്ന്. നമ്പൂതിരി മനസ്സിലാക്കിയത്, നമ്പൂതിരി വിശ്വസിച്ചു ടിക്കറ്റ് നമ്മളെ കയ്യിലായ ബസ് പോകില്ല. അതുകൊണ്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസം മാത്രം. നമ്മുടെ വിശ്വാസത്തിലും നിസ്കാരം സ്വഹീഹാവണം, നോമ്പും സ്വഹീഹാകണം, സകാത്തും സ്വഹീഹൊക്കെ. അതോടൊപ്പം തന്നെ അത് കുറ്റമറ്റത് അല്ലാഹുവിന്റെ അടുക്കലും അത് സ്വീകാര്യോഗ്യമാവണം. അതിനെന്ത് വേണം? അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കണം. അതിനെക്കുറിച്ച് നാം കൃത്യമായി നന്നായി പഠിക്കണം. എങ്ങനെയാണ് നിസ്കാരത്തിന്റെ ഷർത്ത് എന്താ, നിസ്കാരത്തിന്റെ ഫർള് എന്താ, സുന്നത്തുകൾ എന്താ, സകാത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയതായ കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായ ബോധം വേണം.
ഫർളുകളൊക്കെ ഖളാ ആവാതെ ഫർളുകളെമ്പാടും ഖളാ ഉണ്ട്. ആ ഖളാ ഉണ്ടായിരിക്കെ പിന്നെ നാം സുന്നത്തിൽ ഇടപെടാൻ പാടില്ല. പലപ്പോഴും ഉമ്മമാർക്ക് ദുഹറും അസറും ഒരു ജമ്മാക്കല, തിരുമ്പി കുളിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്ക് പലപ്പോഴും നമ്മുടെ ദുഹർ ഖളാകുന്ന അവസ്ഥ വരാറുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലെ പണിക്ക് പ്രാധാന്യം കൊടുക്കണ്ടെന്നും പറയുന്നില്ല. പക്ഷേ നിസ്കാരം ഖളാ ആകുന്ന രൂപത്തിലുള്ള ഒരു പണി നമ്മുടെ ഭാഗത്തിരുന്നുണ്ടാകരുത്. അത് നമ്മുടെ ഈമാനിന് ശോഷണം സംഭവിപ്പിക്കും. അള്ളാഹു നമുക്ക് അത് രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിർബന്ധമായ ആരാധനകളിൽ കൃത്യമായ ബോധവും കൃത്യമായ സൂക്ഷ്മതയും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുക എന്നതാണ് ഈമാൻ അതിൽ ലംഘാനും പ്രകാശിക്കാനുമുള്ള ഒരു സംഗതി. രണ്ടാമതായി ഒരു മുസ്ലിം നേരം വെളുത്താൽ അവൻ അങ്ങ് രാത്രിയാകും വരെ എങ്ങനെയാകണം? രണ്ടാമതായി ഒരു മുസ്ലിം നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴേക്കും ഏത് നിലക്കാവണമെന്ന് ഹബീബായ റസൂലുള്ളാഹി ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അംറു വവജ്ഹുക മിമ്മാഇൽ മലാഹതി യസ്ഗറു. ആദരവായ റസൂലുള്ളാഹി, അല്ലാഹുവേ, ഞങ്ങൾക്ക് അവിടെ പോവാനും സിയാറത്ത് ചെയ്യാനും, അല്ലാഹുവേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അവിടുത്തെ ചാര മുന്നിൽ ചെന്ന് പറയാ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണം അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. നീ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ وأين فرار الخلق إلا إلى الرسل. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദദ്, അവിടുത്തെ പൊരുത്തം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ, നമ്മുടെ വീട്ടിലുണ്ടായാൽ, നമ്മുടെ ഭർത്താക്കന്മാരെ സ്ഥാപനത്തിലുണ്ടായാൽ അതിനേക്കാൾ വലിയ വിജയം മറ്റൊന്നില്ല. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് നേരം വെളുത്ത് വൈകുന്നേരമാവേണ്ടത്? അഥവാ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു ദിവസം എങ്ങനെയാണ് വേണ്ടത്? അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയുകയാണ്, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ പുനയ്യ, ഓ കുഞ്ഞിമോനെ, വളരെ സ്നേഹത്തോടെ വളരെ മാർദ്ദവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് യാ പുനയ്യ, എന്റെ കുഞ്ഞിമോനെ, ഇദാ ഖദർത അൻ തുസ്ബിഹ വതംസി വലൈസ ഫീ ഖൽബിക ഖിശ്ശുൻ ഫഫഅൽ. ഓ അനസേ, നേരം വെളുത്ത് വൈകുന്നേരമാവാനും, ഇൻ ഖദർത അൻ തുസ്ബിഹ വതംസി, ഓ അനസേ, നിനക്ക് സാധ്യമായാൽ അൻ തുസ്ബിഹ പ്രഭാതമാവാനും, അതേവ തുംസി പ്രദോഷമാവാനും, ഏത് നിലയിൽ വലൈസ ഫീ ഖൽബിക ഖിശ്ശുൻ, നിന്റെ മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ല,
നിന്റെ മനസ്സിൽ ഒരാളോടും കുശുമ്പില്ല, നിന്റെ മനസ്സിൽ ഒരാളോടും വിദ്വേഷമില്ല, നിനക്ക് ഒരാളോടും ദേഷ്യമോ വിദ്വേഷമോ കുശുമ്പോ വാശിയോ ഇല്ലാതെ നേരം വെളുത്ത് വൈകുന്നേരമാവാൻ കഴിഞ്ഞാൽ ഫഫഅൽ മോനെ അനസേ അങ്ങനെ ചെയ്തോ. എന്നിട്ട് മുത്തുനബി പറയാണ് വദാലിക മിൻ സുന്നത്തി, അതെന്റെ ചര്യയാണ്, അതെന്റെ ജീവിതമാ, അത് എന്റെ ജീവിതമാണ്. മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ആരെങ്കിലും എന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. എന്നെ ഇഷ്ടപ്പെട്ടാലോ ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നah, എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിലാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഒരാളോടും നിന്റെ മനസ്സിൽ വിദ്വേഷമില്ലാതെ, ഒരാളോടും നിന്റെ മനസ്സിൽ വാശിയില്ലാതെ ദേഷ്യമില്ലാതെ നിനക്ക് നേരം വെളുത്ത് വൈകുന്നേരമാക്കാൻ കഴിഞ്ഞാൽ, ഒരു ദിവസത്തെ തള്ളി നീക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ നീ ചെയ്തോ. അങ്ങനെ ചെയ്താൽ അതെന്റെ സുന്നത്താണ്. എന്റെ സുന്നത്തിന് ഒരാൾ മുറുകെ പിടിച്ചാൽ അവൻ 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 എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. എന്നെ ഇഷ്ടപ്പെട്ടാലോ സ്വർഗത്തിലാണ്. ഒരു മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇഷ്ടപ്പെട്ടവരോടൊപ്പായിരിക്കും സ്വർഗത്തിൽ. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഒരാളോടും ഒരു ദേഷ്യമോ വിദ്വേഷമോ ഇല്ലാതെ നമ്മളെ കൊണ്ട് കഴിയോ അങ്ങനെയൊക്കെ കഴിയണം. അതാണ് ഒരു വിശ്വാസിയുടെ ഒരു ദിവസം വരേണ്ടത്. ഒരു വിശ്വാസിയുടെ ഒരു ദിവസം അങ്ങനെയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്നിധാനത്തിലേക്ക് വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വാതിലിലൂടെ കടന്നു വരുന്ന ആളെ നോക്ക്. അവ എല്ലാരും ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തു നോക്കുമ്പോൾ ആരാണ് വരുന്നത് എന്നിങ്ങനെ നോക്കുമ്പോൾ അത് സഅദ് ബിൻ അബീ വഖാസ് തങ്ങളാണ്. രണ്ടാമത്തെ ദിവസവും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പുള്ള ഒരാളെ നിങ്ങൾക്ക് കാണണോ എങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വാതിലിലൂടെ ആള് കടന്നു വരും. സ്വഹാബത്തൊക്കെ അങ്ങനെ ഉറ്റു നോക്കി നിൽക്കണം ആരാണ് വരുന്നത് എന്നറിയാൻ. അപ്പൊ നോക്കുമ്പോൾ സഅദ് ബിൻ അബീ വഖാസ് തന്നെ ഇന്നലെ വന്ന ആൾ തന്നെയാണ് ഇന്നും വരുന്നത്. മൂന്നാമത്തെ ദിവസവും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന ആളെ കാണണോ? സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ള ആളെ നിങ്ങൾക്ക് അറിയണോ? എന്നാൽ ആ വഴിയിലൂടെ കടന്നു വരുന്ന ആളെ നോക്ക്. മൂന്നാമത്തെ ദിവസവും അതുവഴി കടന്നു വന്നത് സഅദ് ബിൻ അബീ വഖാസ്. അപ്പൊ ആ സദസ്സിൽ 3 ദിവസം ഉള്ള ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ തീരുമാനിച്ചു, എന്താ സഅദ് തങ്ങൾ 3 ദിവസവും വന്നപ്പോഴും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള ആളെ കാണണോന്ന് നബി തങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുകയും അദ്ദേഹത്തിലേക്ക് നോക്കിപ്പിക്കുകയും ചെയ്യുമാത്രം സഅദ് ബിൻ അബീ വഖാസ് എന്തത്ര വലിയ മുന്തിയ അമല് ചെയ്യുന്നത് എന്നറിയണമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ. അങ്ങനെ പതുക്കെ ബഹുമാനപ്പെട്ട സഅദ് തങ്ങൾ അടുക്കൽ വന്നിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല സഅദ്,
ഞാനൊരാടാ 2-3 ദിവസം എന്റെ വീട്ടിൽ എന്റെ ഗസ്റ്റ് ആയിട്ട് താമസിക്കട്ടെ. ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നോ? അപ്പൊ ആയിക്കോട്ടെ, താമസിച്ചോളി. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് തങ്ങളുടെ വീട്ടില് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളും 3 ദിവസം കിടക്കുകയാണ്. 3 ദിവസം അവിടുത്തെ വീട്ടിൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ നിൽക്കണത്? എന്തിനു വേണ്ടിയിട്ടാ നിൽക്കണത്? എന്താണ് സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ ചെയ്യുന്ന അമല്? 3 ദിവസവും മുത്തുനബിയുടെ സന്നിധാനത്തിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാന്ന് മുത്തുനബി സർട്ടിഫിക്കറ്റ് ചെയ്യാൻ മാത്രം ഇത്ര വലിയ മുന്തിയ അമലെന്താ സഅദിന്റെ എന്ന് അറിയാനും പഠിക്കാനുമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നത്. ഇത് സഅദ് തങ്ങൾക്ക് അറിയില്ല. രാത്രിയും പകലുമൊക്കെ സസൂക്ഷ്മം സഅദിനെ നിരീക്ഷിച്ചു. നമ്മള് നിസ്കരിക്കുന്ന അത്രേ സഅദും നിസ്കരിക്കുന്നുള്ളൂ. നമ്മളെടുക്കുന്ന നോമ്പേ സഅദും എടുക്കുന്നുള്ളൂ. നമ്മൾ ചെല്ലുന്ന ദിക്റും സ്വലാത്തും ഒക്കെ തന്നെ സഅദും ചൊല്ലുന്നുള്ളൂ. എന്നിട്ട് എന്താ ഈ സഅദിന് ഇത്ര മാത്രം? നമ്മൾ ചെയ്തതിലപ്പുറം ഒന്നും തന്നെ സഅദിൽ നിന്ന് കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ തീരുമാനിച്ചു, എന്നാഞ്ഞിപ്പോ മൂപ്പരോട് ചോദിക്കല്ലാതെ മാർഗല്ല. അങ്ങനെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തങ്ങളോട് അബ്ദുല്ലാഹ് ബിൻ ഉമർ ചോദിക്കാണ്, പൊന്നാര പടപ്പേ, നിങ്ങളെ വീട്ടിക്ക് ഞാൻ വന്നതും താമസിച്ചതും, നിങ്ങൾ 3 ദിവസം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നപ്പം 3 ദിവസവും റസൂലുള്ളാഹ് സ്വർഗത്തിൽ കിടക്കുന്ന ആളെ കാണണോന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കാട്ടി തന്നത് നിങ്ങളെയാണ്. അപ്പൊ നിങ്ങളടുത്ത് എന്തോ ഒരു കാര്യപ്പെട്ട അമലുണ്ട്, അല്ലാതെ 3 ദിവസവും മുത്തുനബി അങ്ങനെ പറയില്ലല്ലോ. നിങ്ങൾ ആ ചെയ്യുന്ന അമൽ എന്താന്ന് അറിയാനായിരുന്നു ഞാൻ വീട്ടിൽ വന്നിരുന്നത്. പക്ഷെ നിങ്ങളൊന്നാകെ അടിമുടി പരിശോധിച്ചപ്പോഴും നിങ്ങളുടെ ജീവിതം ഒക്കെ നമ്മൾ നോക്കിയപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ അപ്പുറം നിങ്ങളടുത്തൊന്നുമില്ലല്ലോ. പിന്നെന്തേ നിങ്ങളെ പറ്റി റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പം ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ പറഞ്ഞു, എന്റെ മനസ്സിലൊരാളോടും കുയിന്തില്ല, എന്റെ മനസ്സിലൊരാളോടും ദേഷ്യമില്ല, എന്റെ മനസ്സിലൊരാളോടും വാശിയില്ല, എന്റെ മനസ്സിൽ ഒരാൾക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് സന്തോഷമില്ലാത്തൊരു ദുഃഖമില്ല, ഒരാളോടും എന്റെ കൽബിൽ ഒന്നുമില്ല, ഒരു വെറുപ്പും എന്റെ കൽബിലില്ല. അപ്പം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ അതന്നെയാണ്. എന്നാലേ അതന്നെ നമ്മുടെ മനസ്സ് ഒന്ന്, ഞാൻ എന്റെ മനസ്സ്, നിങ്ങൾ നിങ്ങളെ മനസ്സിനെ പറ്റി ഒന്ന് ഇങ്ങനെ ആലോചിച്ചു നോക്ക്. നമുക്ക് ആരോടൊക്കെ വാശിയ, നമുക്ക് ആരോടൊക്കെ ദേഷ്യ, നമുക്ക് എത്ര കൊയ്ന്ത കിബറ അല്ലേ? കിബറൊക്കെ നടിക്കാൻ മാത്രം നമ്മൾ ഉണ്ടോ? ഫൊട്ടാനിൻ മുന്തുള്ളി ഫിൻചോര കട്ട ഫിന്നീന്ന് കാട്ടം ചുമന്നോരു കൊട്ട, കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിന്നിൻ ആയുസിൻ തീർച്ച, അവകൾ നിൻ തേടുന്നു മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. മഹാനായ ശുജാഇ മൊയ്തു മുസ്ലിയാർ പഴയകാലത്തെ തലമുറക്ക് ഏറെ പരിചയമുള്ള മാലയാണ് സഫലമാല. ആ സഫലമാലയിൽ ശുജാഇ മൊയ്തു മുസ്ലിയാർ പറയാണ്, ഫൊട്ടാ നിൻ മുന്തുള്ളി ഫിൻചോര കട്ടാ ഫിന്നീന്ന് കാട്ടം ചുമന്നോരു കൊട്ട. നിനക്ക് കിബർ നടിക്കാൻ എന്തടാ അവകാശം? നിനക്കിങ്ങനെ കുയിന്തേറ്റ് നടക്കാൻ എന്താ അവകാശം? ഇല്ല ഇല്ല, ഒരു 10 പൈസക്ക് വകയില്ലാത്തവനാടാ നീ. നിൻ മുന്തുള്ളി ഫിൻചോര കട്ട, ഒരു ബീജത്തുള്ളിയല്ലായിരുന്നടാ നീ.
എന്നിട്ട് ആ ബീജത്തുള്ളി പതുക്കെ ഉയർന്നു വലുതായപ്പോൾ അതും രക്തക്കട്ടയായി മാറി. ആ രക്തക്കട്ട പിന്നെ മാംസക്കട്ടയായി മാറി. ആ മാംസക്കട്ട പിന്നീട് രൂപം പ്രാപിച്ചിട്ടല്ലേ നീ മനുഷ്യനായത്. മനുഷ്യനായിട്ടും എന്താ പിന്നീന്ന് കാട്ടം ചുമന്നോരു കൊട്ട. നിന്റെ മുതുകത്ത് കാട്ടത്തിന്റെ പാൻപന്തല്ലേ, പിന്നീന്ന് കാട്ടം ചുമന്നോരു കൊട്ട. പിന്നിൽ കാട്ടത്തിന്റെ കൊട്ടയും ചുമന്നിട്ടല്ലടാ നീ നടക്കുന്നത്. നിന്റെ ബാക്കിൽ മൊത്തം കാഷ്ടമല്ലടാ, നജസല്ലടാ. പിന്നെ എങ്ങനെയാണ് നീ അഹങ്കരിക്കുക? പിന്നെ എങ്ങനെയാണ് നീ കിബുറ് നടിക്കുക? ബഹുമാനപ്പെട്ട സഫലമാലയിൽ ശുജായി മൊയ്തു മുസ്ലിയാർ നമ്മളെ നെഞ്ചകത്തേക്കാണ് കുത്തുന്നത്. നെഞ്ചാണ് നമ്മുടെ കൽബ്. ആ കൽബിലാണ് ഈമാൻ കിടക്കുന്നത്. അത് നന്നായാൽ മൊത്തം നന്നായി. കൽബ് നന്നാവലാണ് പ്രധാനം. കൽബ് നന്നാവലാ പ്രധാനം. കാരണം ബോഡിയുടെ എഞ്ചിനാണ് കൽബ്. ആ കൽബ് നന്നാവൽ വളരെ പ്രധാനമാണ്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു സൂറത്തു തന്നെ ഖുർആനിലുണ്ട്. ലുഖ്മാൻ നബിയാണോ ലുഖ്മാൻ അല്ല ഒരു ഔലിയാണോ എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അടിമയായി ജീവിച്ചിരുന്ന കാലത്ത് തന്റെ യജമാനൻ പറഞ്ഞു, ഒരാടിനെ അറുത്തു കൊണ്ടുവാ, എന്നിട്ട് അതിന്റെ ഏറ്റവും നല്ല ഭാഗം കൊണ്ടുവാ. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം അതിന്റെ നാവും അതിന്റെ കൽബും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഇതേ യജമാനൻ തന്നെ പറഞ്ഞു, ഏറ്റവും വെടക്കെട്ട ഭാഗം കൊണ്ടുവാ. അപ്പോഴും ലുഖ്മാനുൽ ഹക്കീം കൊണ്ടുപോയി കൊടുത്തത് ഈ കൽബും ഈ നാവുമാണ്. അതോടെ യജമാനന്റെ ഈമാൻ ചൂടായി, ആകെ റോങ്ങായി. അനക്കെന്താ തലയില് തലച്ചോറില്ലടോ? പൂങ്കാവനം കുഞ്ഞാപ്പൂനമാര് തലയിലെങ്കിലും കിടിനുണ്ടെങ്കിൽ ഇപ്പണിക്കെടുക്കുക. നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും ആകാത്തത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഈ കൽബും ഈ ഹൃദയവും ഈ നാവും തന്നെയാണല്ലോ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞു, യജമാനനെ ഇത് രണ്ടും നന്നായാൽ മനുഷ്യൻ മൊത്തം നന്നായി. ഇത് രണ്ടും പെടക്കട്ടാൽ, ഇത് രണ്ടും മോശമായി പോയാൽ ആ മനുഷ്യന് മൊത്തം നശിച്ചു പോയി, ദുഷിച്ചു പോയി, നശിച്ചു ദുഷിച്ചു പോയി. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരുമാറാവട്ടെ. റബ്ബ് നമ്മളെ നാവ് നന്നാക്കി തരുമാറാവട്ടെ. ദിക്റ് ചൊല്ലുന്ന സ്വലാത്തു ചൊല്ലുന്ന നാവ് നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഗീബത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ സലാമത്താക്കി തരുമാറാവട്ടെ. ഗീബത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ സലാമത്താക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബും നാവും ഇത് രണ്ടും നന്നായാൽ നമ്മൾ മൊത്തം നന്നായി. ഒരു നേരം വെളുത്തു വൈകുന്നേരമാകുന്നതിന്റെ ഇടയിൽ എത്ര തവണ നാം സംസാരിക്കുന്നു, എത്ര തവണ നാം ആളുകളോട് പെരുമാറുന്നു. പെരുമാറുമ്പോഴെല്ലാം നമ്മുടെ നാവിനെ നാം ഉപയോഗിക്കുന്നു. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും ശുദ്ധി വേണ്ട രണ്ട് സാധനം, ഒന്നവന്റെ കൽബും രണ്ടവന്റെ നാവുമാണ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തങ്ങൾ 4000 ആളുകളോട് 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. 4000 ആളുകളോട് 4 ചോദ്യം ചോദിച്ചിട്ട് ആ 4 ചോദ്യത്തിന് മറുപടി ഈ 4000 ആളിൽ നിന്നും കിട്ടിയില്ല. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി ആകെ ബേജാറായി പോയി. പടച്ചോനെ, ഈ 4 ചോദ്യത്തിന് ഒരാളും മറുപടി തരുന്നില്ലല്ലോ, ഒരാളും മറുപടി തരുന്നില്ലല്ലോ, എന്തു ചെയ്യും?
അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കഅബയുടെ പരിസരത്ത് പോയി കഅബയുടെ വട്ടക്കണ്ണി പിടിച്ച് 4 ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ ആ 4 ചോദ്യത്തിനും അന്തരീക്ഷത്തിൽ നിന്ന് മറുപടി കിട്ടി എന്നാണ്. ബഹുമാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, പടച്ചറബേ ഫി അയ്യി ഷൈഇൻ സലാമത്തു ദീനി, പടച്ചോനെ എന്റെ ദീൻ, ആ ദീനിന്റെ സുരക്ഷിതത്വം, ആ ദീനിന്റെ സലാമത്ത് ഏതൊരു വിഷയത്തിലാണ്. അപ്പോൾ വാനലോകത്തിൽ നിന്ന് വിളി കേട്ടു, അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ ഫീ ഹിഫ്ളിൽ വഫാ, വാഗ്ദത്ത പൂർത്തീകരണത്തിലാണ്. രണ്ടാമത്തെ അവിടുത്തെ ചോദ്യം, ഫി അയ്യി ഷൈഇൻ സലാമത്തു ഈമാനി, നമ്മുടെ വിഷയം അതാണല്ലോ, ഏതൊരു നിലക്കാണ് എന്റെ ഈമാൻ കൃത്യമാവുക. ഈമാനിനെ തന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ മുസ്ലിമായി കടന്നു കൊടുക്കുന്ന നേരത്ത് ഈമാൻ എന്റെ ശരീരത്തിലുണ്ടാവോ, ഈമാൻ എപ്പോഴും എന്റെ ശരീരത്തിലുണ്ടാവാൻ ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ ചോദിക്കുകയാണ്, ഫീ അയ്യി ഷൈഇൻ സലാമത്തു ഈമാനി, എന്റെ ഈമാൻ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? എന്റെ ഈമാൻ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഹിഫ്ളുൽ ലിസാനി അനിൽ കദിബി വൽ ഗീബതി വൽ ഫഹ്ശി വൽ ഫുദൂൽ. ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കലാണ്, അനിൽ കദിബി, കളവിനെ തൊട്ടും, വൽ ഗീബതി, ഗീബത്തിനെ തൊട്ടും, മോശത്തെ തൊട്ടും, വേണ്ടാത്ത സംസാരങ്ങളെ തൊട്ടും നാവിനെ സൂക്ഷിക്കലാണ്, നാവിനെ സൂക്ഷിക്കലാണ്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഖൽബുൻ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ആ 2 സാധനം നന്നായാൽ മനുഷ്യന് മൊത്തം നന്നായി പോയി. ആ 2 സാധനം ബെടക്കായാലോ മനുഷ്യന് മൊത്തം ഇല്ലാണ്ടായി പോയി, ദോഷിച്ചു പോയി, നശിച്ചു പോയി. അല്ലാഹു നമ്മുടെ ഖൽബും നമ്മുടെ ഈമാനും നന്നാക്കി തരുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് തങ്ങളും 3 ദിവസം വന്നപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗമെന്ന് ഉറപ്പ് കൊടുക്കാനുള്ള കാരണം, ഒരാളോടും തന്റെ മനസ്സിൽ വിദ്വേഷമില്ല, ദേഷ്യമില്ല, കൊയിന്തില്ല, കുശുമ്പില്ല. അതാണ് ക്വാളിറ്റി, അതാണ് അവിടുത്തെ വലുപ്പം. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത്, സഅദ് സ്വർഗ്ഗത്തിലാണ്. ഇനി നമ്മൾ നമ്മുടെ ഖൽബിനോട് ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിച്ചു നോക്കി, എനിക്ക് എത്ര ആൾക്കാരോട് ദേഷ്യമുണ്ട്, എനിക്ക് എത്ര ആളോട് കുശുമ്പുണ്ട്, എത്ര. അതുകൊണ്ടാണല്ലോ തെറ്റി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരാളോട് കുശുമ്പും ദേഷ്യവും വിദ്വേഷവും വന്നാ പിന്നെ ഒരു രക്ഷയുമില്ല. ഹക്കേത് ബാത്തുലേത് ഇതൊന്നും പിന്നെ നമുക്ക് നോട്ടമില്ല. ഒരാളോട് ഖൽബിൽ ദേഷ്യം കുടുങ്ങിയാൽ അയാൾ എങ്ങനെയൊക്കെ നമുക്ക് പാര വെച്ച് തള്ളിടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. എല്ലാ കഥകൾ അയാളെ പേരിൽ നമ്മൾ പറഞ്ഞു വരത്തും. ഒരാളും വലുതാകുന്നത് നമുക്ക് കണ്ടുകൂടാ. നമ്മുടെ മനസ്സിന്റെ മോശമാണത്. ഇന്നാളിപ്പോ ഒരു ചങ്ങായിന്റെ അയൽവാസി നല്ല ഗൾഫിലൊക്കെ പോയി ഉഷാർ പെരെടുത്തപ്പോ ഇയാളോട് കുശുമ്പും ദേഷ്യവും വിദ്വേഷവും. ഇന്റെ പെരെപ്പോഴും ദേമായിരിയാണല്ലോ, ഓന്റെ പെര അടിച്ചാ പൊളിച്ചായല്ലോ. അപ്പൊ ഇയാള് പടച്ചോനോട് ഇങ്ങനെ ദ്വാരക്ക്, അള്ളാഹുവേ ഓന്റെ മാരി ഇന്നിയാക്കണേ, ഓന്റെ മാരി ഇന്നിയാക്കണേ, ഓന്റെ മാരി ഇന്നിയാക്കണേ എന്ന് ഒരുപാട് ദ്വാരുന്നു. പക്ഷെ ഉത്തരം കിട്ടണില്ല. അപ്പൊ ഇയാളെ ദ്വായ മാറ്റി, പടച്ചോനെ ഓന്റെ മാരി ഇന്നാക്കണില്ലെങ്കിൽ ഇന്റെ മാരി ഓനെ ആക്കുകയല്ലോ, ഇന്റെ മാരി ഓനെ ആക്കുകയല്ലോ എന്ന് വെച്ചാ പനി ഫക്കീറാക്കണം. ഒരു ചങ്ങായി പ്ലാവ്
രണ്ടാളും ഒരുമിച്ച പ്ലാവ് വെച്ചിട്ട് ഒരുത്തന്റെ പ്ലാവ് അടിപൊളിയായി ഉണ്ടായിട്ട് ചക്ക ഉഷാറായി കാച്ചു, നന്നായി കായ്ച്ചു, നന്നായി ഉണ്ടായി. മെറ്റോന്റെ അത് ഉണ്ടായതുമില്ല, മുരടിച്ചാണ്ട് പോയി. അപ്പൊ ഇവന് മെറ്റോണ്ട് ഭയങ്കര അസൂയ. അപ്പൊ ഇവൻ തീരുമാനിച്ചു, നാട്ടിൽ അറിയപ്പെട്ട ഒരു നാപ്പോരനുണ്ട്, ഓനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നോക്കിയാണ് നിങ്ങൾ അതിന്റെ അടിയിലും കൂടി ചക്കയാണ്. അവ ഈ നാപ്പോരൻ നോക്കിയിട്ട് കാണില്ല, നോക്കിയാണ് യഥാർത്ഥ ഇതിന്റെ അടി കൂടി അവിടെയും കൂടിയും ചക്കയാണ്. അവ ലാസ്റ്റ് തോനെ നോക്കിയപ്പോ ഈ നാപ്പോരൻ കണ്ടപ്പോ ഇയാളോട് പറഞ്ഞു, വല്ലാത്തൊരു കണ്ണെന്നെ എന്റെ കണ്ണ്, അക്കടക്കണ കിണ്ടിയും വെള്ളം ഓന്റെ കണ്ണാട് പോയി. അപ്പോ ഈ ഹസത്തും കുശുമ്പും വിദ്വേഷവും നമ്മുടെ കൽബിൽ ഉള്ള കാലത്തോളം ആ കൽബ് വൃത്തിയുള്ള കൽബല്ല, ആ കൽബ് മാലിന്യങ്ങൾ നിറഞ്ഞ കൽബാണ്. ഏറ്റവും വലിയ പ്രയാസം അപകടമാണിത്. അതുകൊണ്ട് ഒരാളോടും ദേഷ്യമില്ലാതെ, ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും വെറുപ്പില്ലാതെയാണ് മുസ്ലിമിന്റെ ഒരു ദിവസം കഴിഞ്ഞുകൂടേണ്ടതെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മളെ കൽബിന്റെ മുഴുവൻ മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു തആല ഈമാനിന്റെ മഅരിഫത്ത് കൊണ്ട് അല്ലാഹു നിറച്ചു തരുമാറാവട്ടെ. അൽ ഹസദ് യഅകുലുൽ ഹസനാതു കമാ തഅകുലുൻ നാറുൽ ഹതബ. ഈ അസൂയയാകുന്ന, കുശുമ്പാവുന്ന, ദേഷ്യമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൽബിൽ കയറി കൂടിയാലുള്ള പ്രശ്നമെന്താ? അത് വിറക് തീയ് വിറകിനെ തിന്ന് നശിപ്പിക്കും പോലെ സത്യത്തിൽ ഈ ഹസദ് ഒരു തീയാണ്. നാം ചെയ്തിട്ടുള്ള ഹസനാത്തുകളെ എല്ലാം ഇത് നശിപ്പിച്ചു കളയും, ഇത് തിന്നുകളയും. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഹസ്തശൂന്യന്മാരായി ഒരു അമലുമില്ലാതെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ച റബ്ബ് ഒരാളെ ഉയർത്താൻ കരുതിയിരിക്കണമെങ്കിൽ അയാൾ ഉയരും. അതിന് നമ്മൾ എത്ര പാറ വെച്ചിട്ടും കാര്യമില്ല. സുബഹിയിൽ ഖുനൂത്തിൽ നാം ഓതുന്ന ഫഇന്നക തഖ്ലി വലാ യുഖ്ല അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ ബാലൈത വലാ യഇസ്സു മൻ ആദൈത. അല്ലാഹു തആല ഇസ്സത്ത് കൊടുത്ത ഒരാളെ താത്താൻ ഞാനും നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു തആല കെടുത്തി കളയാൻ വേണ്ടി തീരുമാനിച്ച ഒരാളെ നമുക്ക് ഉയർത്താനും സാധ്യമല്ല. അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒന്നെങ്കിൽ നമ്മൾ ആ കിബറും വിദ്വേഷവും ദേഷ്യവും വെച്ച് നടക്കുന്നത് കൊണ്ട് ഫലം ഉണ്ടാവണം, എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകണം. ഫലമില്ലാത്ത നഷ്ട കച്ചവടത്തിന് നമ്മൾ പോവരുത്. നമ്മൾ ഒരാളോട് അംഗം വെട്ടാൻ പോകുമ്പോ നമുക്ക് ഏറ്റവും മിനിമം ജയിക്കുമെന്ന പ്രതീക്ഷയെങ്കിലും വേണം. പ്രിയപ്പെട്ടവരെ, ഒരാളോട് കുശുമ്പും വിദ്വേഷവും ദേഷ്യവും മനസ്സിൽ വെച്ച് നടന്നതുകൊണ്ട് നമ്മുടെ അമലുകളൊക്കെ വിറക് തിന്നുന്നത് പോലെ തീർന്നു പോവുക എന്നല്ലാതെ അയാള് വളർന്നുകൊണ്ടേയിരിക്കും. ഈ ദേഷ്യവും വിദ്വേഷവും വെച്ച് നമ്മുടെ കൽബില് ഹസദ് മൂത്ത് നമുക്ക് ഉള്ളതും ഇല്ലാണ്ടാവും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ ഒരു മനസ്സ് അതുകൊണ്ടാണ് തെറ്റുവരുന്നത്, അതുകൊണ്ടാണ് അയൽവാസിയോട് പിണങ്ങുന്നത്, അതുകൊണ്ടാണ് ബന്ധപ്പെട്ടവരോട് പിണങ്ങുന്നത്. നമ്മുടെ കൽബിൽ അത്തരം മാലിന്യങ്ങൾ നിറഞ്ഞതുകൊണ്ട്. അതിനാൽ ആ നിലക്കുള്ള മനസ്സ് നമ്മൾ മാറ്റിവെച്ച് നമ്മൾ പടച്ച റബ്ബിനെ ഇഷ്ടത്തിന്, പടച്ച റബ്ബിന്റെ പ്രീതിയിലായി നമ്മുടെ കൽബിനെ നാം വളർത്തിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ കൽബിൽ ഇപ്പൊ അടുത്ത പ്രശ്നം അതാ, ഉസ്താദെ അതിനൊക്കെ പൂതിയുണ്ട്, ഈ കുശുമ്പൊന്നു പോവണം, ഈ ഹസദൊന്നും ഇല്ലാതാവണം, ഈ മനസ്സിനെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവണം, അതിന് വല്ല ചികിത്സയുമുണ്ടോ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖലാ وقيام الليل والتضرع بالسحر ومجالسات الصالحين الفضلاء. നേരത്തെ പറഞ്ഞ കുശുമ്പില്ലാത്ത മനസ്സിന്, ദേഷ്യമില്ലാത്ത മനസ്സിന്, കിബറില്ലാത്ത മനസ്സിന്, അതാ ഹസദില്ലാത്ത മനസ്സിന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ 5 മരുന്നാണ് പറഞ്ഞു തരുന്നത്. 5 ചികിത്സ.
ആ ചികിത്സയിൽ നാം നിത്യമായാൽ ഈ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരമാകും. ആ 5 മരുന്നുകൾ കൃത്യമായി നാം കുടിച്ചാൽ നമ്മുടെ കൽബ് പ്രകാശിക്കും. നമ്മുടെ കൽബിലുള്ള മാലിന്യങ്ങൾ നീങ്ങി അത് വൃത്തികരിക്കും. ഒന്നാമത്തെ മരുന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നത് ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ. അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പാരായണം. അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള ഖുർആനിന്റെ പാരായണം. അർത്ഥമറിഞ്ഞില്ലെങ്കിലും ഖുർആൻ ഓതിയാൽ കൂലി കിട്ടും, ബറക്കത്ത് ഇറങ്ങും. അത് മുഖേന കൽബ് നന്നായി കിട്ടും. രണ്ടാമതായി അവിടൊന്നു പറഞ്ഞത് വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. രണ്ടാമതായി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. നമ്മൾക്ക് ആവശ്യമായത് മാത്രം കഴിക്കുക, വയറ് നിറച്ച് കഴിക്കരുത്. പലപ്പോഴും നോമ്പിന്റെ ആളാവുക. മൂന്നാമത് അവിടെന്ന് പറഞ്ഞത് മൂന്നാമത്തതും നാലാമത്തതും രാത്രി സമയത്ത് നിസ്കരിക്കുക. എല്ലാവരും കടന്നുറങ്ങുന്ന നേരത്ത് യജമാനനായ റബ്ബിനെ പേടിച്ച് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. നിലക്ക് റബ്ബിലേക്ക് എഴുന്നേറ്റ് ധാരാളം നിസ്കരിക്കുക. അത്തായ സമയത്ത് റബ്ബിലേക്ക് വിനയാന്വിതനായി ദുആ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം ആദരണീയരായ മഹാത്മാക്കളായ സ്വാലിഹീങ്ങളെ കൂടെ കൂടുക. സ്വാലിഹീങ്ങളെ കൂടെ കൂടുക. കാരണം ചാരിയാൽ ചാരിയത് മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണം ചാരിയാൽ ചാണം മണക്കും. അതുകൊണ്ട് മുജാലസാത്തു സ്വാലിഹീനൽ ഫുളലാ, സ്വാലിഹീങ്ങളായ ദാക്കിരീങ്ങളായ പണ്ഡിതന്മാരോട് കൂടെ കൂടുക. ഈ 5 കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നേരത്തെ പറഞ്ഞ കൽബിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. കൽബിന്റെ പ്രശ്നം ഒഴിവായാലോ, കൽബ് വൃത്തിയായാലോ ഈമാൻ പ്രകാശിക്കും. ഈമാൻ പ്രകാശിച്ചാലോ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാകും. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമായാലോ മരിച്ചു കടക്കുമ്പോൾ മുസ്ലിമായി കടന്നു കൊടുക്കാം. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ 5 കാര്യങ്ങൾ കൽബ് വൃത്തിയാവാനുള്ളതാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത് മുഖേന നമ്മുടെ കൽബ് വൃത്തിയാകുമ്പോ നമ്മുടെ ബാഹ്യവശങ്ങൾ കൂടെ വൃത്തിയാവണം. അപ്പോഴാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം കൃത്യമാവുകയുള്ളൂ, വ്യക്തമാവുകയുള്ളൂ. ഇതപര്യന്തം ഞാൻ പറഞ്ഞത് നമ്മളുടെ കൽബിയായ ആ പ്രകാശത്തിന് മങ്ങലേൽക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാവാനും ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം അവന്റെ കൽബ് കൊണ്ടുള്ള ജീവിതം അങ്ങനെ അത് ഈ പറഞ്ഞ നിലക്കാണെങ്കിൽ ബാഹ്യതലങ്ങളിലൂടെയും നാം ചിലത് ചിന്തിക്കാനും ആലോചിക്കാനുമുണ്ട്. നമ്മുടെ കൽബ് നന്നായി, കൽബ് മാത്രം നന്നായത് കൊണ്ട് കാര്യമായില്ല. നമ്മുടെ ബാഹ്യതലത്തിൽ നാം ഇടപഴകുമ്പോൾ ആ ഇടപഴക്കവും നന്നാവണം. നേരത്തെ നാം പറഞ്ഞു, നമ്മളുടെ മനസ്സിൽ ഒരാളോടും വിദ്വേഷമുണ്ടാവരുത്, ഒരാളോടും വെറുപ്പുണ്ടാകരുത് എന്നതുപോലെ പ്രാധാന്യമാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നാം വെറുപ്പിന്റെ ആളുകളാകാതിരിക്കുക. നേരത്തെ നാം പറഞ്ഞു, നമ്മുടെ മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാവരുത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് മറ്റുള്ളവരുടെ മുന്നിൽ, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളോട് വെറുപ്പില്ലാതിരിക്കുക. അത് നാം ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ആരോ അവരോടായിരിക്കണം കൂടുതൽ ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് നമ്മുടെ ഭർത്താക്കന്മാരോടും നമ്മളുടെ മക്കളോടുമായിരിക്കണം.
അപ്പൊ അവരുടെ മനസ്സിൽ ഒരു വെറുപ്പുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ബാഹ്യതലത്തിലും അല്ലാതെയും ഉണ്ടാവരുത്. ഒരു ഉമ്മയാണ് എന്ന നിലക്ക് തന്നെ ഏറ്റവും കൂടുതൽ സുബഹിക്ക് നാം എഴുന്നേൽക്കണം. നാം മാത്രം എഴുന്നേറ്റാൽ പോരാ, നമ്മുടെ മക്കളെ കൂടെ എഴുന്നേൽപ്പിക്കണം. എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് ചൊല്ലണം. ടോയ്ലറ്റിൽ പോകുമ്പോൾ അതിന്റെ ദിക്റുകൾ ചെല്ലണം. മക്കളെയൊക്കെ ആ നിലക്ക് നാം ശീലിപ്പിക്കണം. അപ്പോളെ മക്കളെ കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് ഗുണം കിട്ടൂ. അല്ലെങ്കിൽ മക്കൾ വേറെ വഴിക്കും നമ്മൾ വേറെ വഴിക്കുമാകും. വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പില്ലാതെ നാം ജീവിക്കണം. അങ്ങനെ വെറുപ്പില്ലാതെ ജീവിക്കുമ്പോൾ നമ്മളിൽ അല്ലാഹു ബറക്കത്ത് ഇറക്കും. അതിനാദ്യം ചെയ്യേണ്ട കാര്യം, കുടുംബപരമായി നാം ചിന്തിക്കുമ്പോൾ നാം സുബഹിക്ക് എഴുന്നേൽക്കണം. നമ്മുടെ മക്കളെയും എഴുന്നേൽപ്പിക്കണം. ഓലങ്ങനെ കിടന്നോട്ടെ, ഞാനും മാത്രം അങ്ങനെയല്ല. അങ്ങനെ സുബഹിക്ക് നമ്മളും മക്കളും ഒക്കെ സുബഹി ഖളാ ആകുന്ന വീടാണോ ആ വീട്ടിൽ ബറക്കത്ത് കുറയും. വക്കാണുണ്ടാകും. ബറക്കത്ത് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. സുബഹി എഴുന്നേൽക്കാത്ത വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവൂല. വക്കാണം കൂടുന്ന വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവൂല. അങ്ങനെ തുടങ്ങി 10 റുപ്യ കിട്ടിയാൽ 100 റുപ്യ ചെലവായിരിക്കും. 100 റുപ്യ കിട്ടിയാൽ 1000 റുപ്യ ചെലവായിരിക്കും. എവിടെ പിന്നെങ്ങനെ കുടുക്കും പെട്ടിയും പാത്രമിട്ടിങ്ങനെ നടക്കേണ്ടി വരും. വീട്ടിലൊരു സുഖമല്ല, ആ സുഖം വിട്ടുമാറുന്നില്ല. ബറക്കത്ത് പോയതാ. ബറക്കത്ത് പോകാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നാം ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് നമ്മുടെ ഭർത്താക്കന്മാരോടും നമ്മുടെ മക്കളോടും. അപ്പൊ അവരോട് നാം ഖൽബ് വൃത്തിയായതുപോലെ നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മുടെ തട്ടവും ഒക്കെ നല്ല വൃത്തി വേണം. മീൻ മുറിച്ച കയ്യേറ്റ് കഴുകാതെ കണ്ട് അത് മാക്സിയുടെ ബാക്കിലും തേച്ച് അങ്ങനെ പിന്നെ ആകെ മണപ്പിച്ച് നാറ്റിച്ച് ഈ ഒരു സിറ്റുവേഷൻ ആകരുത്. അല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ. റബ്ബ് ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. റബ്ബ് ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ശുദ്ധിയുള്ളവരെ റബ്ബിന് താല്പര്യമുള്ളൂ. നമ്മുടെ മനസ്സ് വൃത്തിയുണ്ട്. ഇപ്പോൾ ഒരാളോടും വിദ്വേഷമില്ലാത്ത ദേഷ്യമില്ലാത്ത ഖൽബാണ്. ആ ഖൽബ് വൃത്തിയാകലോടെ കൂടെ നമ്മുടെ ഓരോ ദിവസവും നേരം വെളുത്തു വൈകുന്നേരമാകുമ്പോഴേക്കും ഒരാളെ ഖൽബിലും നാം ഒരു വെറുപ്പിന്റെ പുള്ളിയായി മാറാതിരിക്കണമെങ്കിൽ വൃത്തിയുള്ള ജീവിതം പ്രധാനമാണ്. അതിന് നമ്മുടെ വസ്ത്രവും നമ്മളുടെ തട്ടവും നമ്മുടെ ശരീരവും ഇതെല്ലാം വൃത്തിയുള്ളതാവണം. പാത്രം കേകിയിട്ട് അവസാനം ഒടുവിൽ അവൾ കുടുക്കയെടുത്തിട്ട് കുടുക്കങ്ങനെ മൂടി കഴുകിയിട്ട് ആ കുടുക്കന്റെ ബാക്കിലുള്ള കരിയൊക്കെ നഖത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് നഖത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കറുത്ത് കിടക്കുക. കണ്ടാ തന്നെ അറപ്പ് തോന്നും. അത്തരം സംഗതികൾ നഖം വെട്ടേണ്ട സമയത്ത് നഖം വെട്ടണം. ആ കൈയിന്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മുടെ നിസ്കാരത്തെ പോലും ഇത് ബാധിക്കും. നഖത്തിന്റെ ഉള്ളിലുള്ള ചളി മാനിയാണ്, തടസ്സമാണെന്നാണ് ഫിഖ്ഹിന്റെ ഭാഷ. അപ്പം അതിന്റെ ഉള്ളിൽ ഈ ചളി ഉണ്ടായിരിക്കെ അതിന്റെ താഴത്ത് വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ നമ്മളുടെ വുളു ശരിയാവില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നഖം നാം വെട്ടണം. ആ നഖം ഒരു പരിധി കഴിഞ്ഞാൽ മഹാത്മാക്കൾ പറയുന്നു 10 ദിവസം കൂടുമ്പോഴെങ്കിലും നഖം വെട്ടണം. നഖം വെട്ടാൻ ഏതെങ്കിലും ദിവസം തെരഞ്ഞെടുക്കുന്നതിന് പകരം നാം വ്യാഴാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅക്ക് മുമ്പോ ആയിരിക്കണം നഖം വെട്ടേണ്ടത്. വെട്ടുന്നതിനും ഒരു ശൈലിയുണ്ട്. മഹാത്മാക്കളായ ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു, നഖം വെട്ടേണ്ടത് വലത്തെ കയ്യിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങണം. എന്നിട്ട് അങ്ങനെ ചൂണ്ടുവിരലിൽ തുടങ്ങിയിട്ട് അങ്ങനെ പോയിട്ട് നമ്മളുടെ ചെറുവിരലിലേക്ക് എത്തണം. ചെറുവിരലിൽ നിന്ന് വലത്തെ കൈയുടെ തന്തവിരൽ ഇപ്പോൾ വെട്ടിയിട്ടില്ല, അത് വെട്ടുക. വെട്ടിയ ശേഷം ഇടത്തെ കൈയിന്റെ പെരുവിരലിൽ തുടങ്ങി, അതായത് തന്തവിരലിൽ തുടങ്ങി ചെറുവിരൽ വരെ വെട്ടുക. ഇങ്ങനെയാണ് കയ്യിൽ വെട്ടേണ്ട ശൈലി.
അത് കഴിഞ്ഞാൽ പിന്നെ കാലിൽ വലത്തെ കാലിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുമാറുള്ള വിധത്തിലാണ് നാം നഖം വെട്ടേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ നഖത്തിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശുദ്ധി വേണം. നമ്മുടെ ശരീരത്തിൽ ശുദ്ധി വേണം, നമ്മുടെ വീട്ടിൽ ശുദ്ധി വേണം, നമ്മുടെ വീടിന്റെ പരിസരം ശുദ്ധി വേണം. എല്ലായിടത്തും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ വീട് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ വിലയിരുത്തി നമ്മുടെ പരിസരവും നമ്മുടെ ബോഡിയും നോക്കിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ശറഅ് പറഞ്ഞതുപോലെ നഖം ഏതായാലും വെട്ടണം. വെട്ടുന്ന സമയത്തോ അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിനൊക്കെ ഒരു കോർവ പറഞ്ഞിട്ടുണ്ട്. ആ കോർവയിൽ നാം വെട്ടുമ്പോൾ നമുക്ക് സുന്നത്തും കിട്ടി. അല്ലാഹു തൗഫീഖാക്കി തരുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ, ആ രോമങ്ങൾ ഒഴിവാക്കേണ്ട രോമങ്ങളുമുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത രോമങ്ങളുമുണ്ട്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ തലയിലെ മുടി അത് ഒഴിവാക്കാൻ പാടില്ല, അത് തലയിൽ നിർത്തണം. അതാണ് പെണ്ണിന്റെ ശൈലി. അതേസമയം നമ്മുടെ കക്ഷത്തിലും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സിലുമുള്ള നമ്മുടെ രോമങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. മഹാത്മാക്കൾ പറയുന്നു 40 ദിവസത്തിലൊരിക്കലെങ്കിലും പ്രൈവറ്റ് പാർട്സിലുള്ള നമ്മുടെ രോമങ്ങളെ നീക്കേണ്ടതാണ്. മഹാത്മാക്കൾ അത് വിശദീകരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയാണ് പിരികം പ്ലക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാട്. പിരികം സൗന്ദര്യവർദ്ധനവിന് വേണ്ടി നമ്മളുടെ പിരികം കട്ട് ചെയ്ത് അത് വടിവത്ത് നേരെയാക്കി വെക്കും. ഇത് ഹറാമാണെന്ന് മഹാത്മാക്കൾ പഠിപ്പിക്കുന്നു. ഇത് ഹറാമാണ്, വ്യാപകമാണിത്. എല്ലാ നാട്ടിലും സകല പെണ്ണുങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഹറാമാണെന്ന് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം പെണ്ണുങ്ങളെ ശപിച്ച നിലക്കുള്ള ഹദീസുകൾ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അതേസമയം കല്യാണം കഴിഞ്ഞ വിവാഹിതയായ പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് തന്റെ ഭർത്താവിന്റെ സമ്മതപ്രകാരം പിരികം പ്ലക്ക് ചെയ്യാം. അതിൽ ഹറാമുണ്ട് എന്ന് ഒരു ഫുഖഹാവും പറഞ്ഞിട്ടില്ല. അതേസമയം കല്യാണം കഴിയാത്തതോ ഭർത്താവില്ലാത്തതോ ആയ പെണ്ണ് ഈ പിരികം പ്ലക്ക് ചെയ്യൽ ഹറാമാണെന്ന് മഹാത്മാക്കളായ ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങളെ ശപിച്ചിട്ടുണ്ടെന്ന ഹദീസ് നമുക്ക് വായിച്ചെടുക്കാം. അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നാം ചെയ്യേണ്ടത്, നമ്മുടെ നഖം വെട്ടേണ്ടത്, നമ്മുടെ മുടി നന്നാക്കേണ്ടത്, ഒഴിവാക്കപ്പെടേണ്ട മുടികൾ ഒഴിവാക്കേണ്ടത്. കൂട്ടത്തിൽ ഒന്നും കൂടെ പറയട്ടെ, ഒരു പെണ്ണിന് രോപ്പിന് താടി മുളച്ചാൽ, അതുപോലെ തന്നെ മീശ മുളച്ചു കഴിഞ്ഞാൽ അതെല്ലാം വടിച്ചൊഴിവാക്കേണ്ടതാണ്. കാരണം താടിയും മീശയും അത് ആണിന്റെ പൗരോഷ സ്വഭാവമാണ്. അത് പെണ്ണ് വടിച്ചൊഴിവാക്കേണ്ടതാണ്. അതേസമയം മുഖത്തുള്ള പിരികത്തിന്റെ ആ പിരികം പ്ലക്ക് ചെയ്യൽ അത് ഭർത്താവില്ലാത്ത പെണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹിതയല്ലാത്ത പെണ്ണാണെങ്കിൽ അവർക്ക് ഹറാമുമാണ്. ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യേണ്ടത് ആർത്തവ സമയം അല്ലാത്ത നേരത്താണ്. ആർത്തവ സമയത്ത് മുടിയോ നഖമോ നമ്മുടെ ശരീരത്തിൽ നിന്നോ ഒന്നും തന്നെ വേർപിരിക്കാൻ പാടില്ല. അതേസമയം ആർത്തവം രാത്രിയിൽ മുറിഞ്ഞല്ല, ഇടയിൽ വെച്ച് ഞാനൊരു മസല ഓർമ്മപ്പെടുത്തുകയാണ്, നോമ്പെടുക്കുന്നതിന് തടസ്സമില്ല. അതേസമയം ശാരീരിക ബന്ധമോ തൊലി തമ്മിൽ ചേരുന്ന ഇണചേരലോ കുളിക്കാതെ ഹറാമാണ്. കുളിക്കുന്നതിന്റെ മുമ്പും നോമ്പെടുക്കാമെന്ന് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നഖം വെട്ടുന്നത്, നമ്മുടെ മുടിച്ചിപ്പ്, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള മറ്റു നീക്കേണ്ട രോമങ്ങൾ നീക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ ആർത്തവം നിഫാസ് പോലത്തെ സമയങ്ങൾ അല്ലാത്ത നേരത്താണ്. എന്നാൽ ആ സമയത്ത് നീക്കിയാൽ അത് കറാഹത്താകുന്നു. നാളെ പരലോകത്തിൽ വരുമ്പോൾ ആ മുടി ആ ജനാപത്തിലായിട്ട്, ആ മുടി ആ ആർത്തവത്തിലായിട്ട്, അതുപോലെ തന്നെ ആ നഖം ആ ആർത്തവത്തിലായിട്ട് പുനരുദ്ധരിപ്പിക്കപ്പെടുമെന്ന് നമ്മൾ ഹദീസിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം ഇത്തരം സംഗതികളൊക്കെ ആർത്തവം അല്ലാത്ത നേരത്ത് ചെയ്യുക. അല്ലാഹു തൗഫീഖാക്കി തരുമാറാവട്ടെ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ
ചിലപ്പോൾ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകും. സ്ത്രീകളിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ മുടി കൊഴിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ നിർബന്ധ സാഹചര്യത്തിൽ കയ്യിന്റെ നഖം വളർന്ന് സ്വാഭാവികമായിട്ട് നിഫാസുള്ള ഒരു പെണ്ണ് 40 ദിവസമൊക്കെ നിൽക്കുമ്പോഴേക്ക് നഖമൊക്കെ വളർന്ന് ആകെ വികൃതമാവുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാകുന്ന നേരത്തെ ഒഴിവാക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും അത് പിന്നെ കുളിക്കണത് വരെ എടുത്തു വെക്കും. കുളിക്കണ സമയത്ത് അതും കഴുകിയിട്ട് അത് പിന്നെ ഇതാക്കും. അതിന്റെ ആവശ്യമില്ല. ഒഴിഞ്ഞു പോയാൽ പിന്നെ അത് ആണുങ്ങളൊന്നും കാണാത്ത ഒരു ഭാഗത്ത് അതിനെ മറമാടണം. ആണുങ്ങളൊന്നും കാണാത്ത നമ്മുടെ ഔറത്തിന്റെ ഭാഗമാണ്. അത് കാണാത്ത ഭാഗത്ത് അത് മറമാടണം എന്നല്ലാതെ അത് കഴുകി ശുദ്ധിയാക്കി എടുത്തു വെക്കേണ്ട ആവശ്യം ഇല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ ദന്ത ശുദ്ധീകരണവും വളരെ പ്രധാനമാണ്. തൊള്ള തുറന്ന് അടുക്കാൻ കഴിയില്ല. അമ്മ അതിന് ദുർനാറ്റം, പ്രത്യേകിച്ച് ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ തിന്നാൽ ഭയങ്കര വാസനയായിരിക്കും. നമ്മുടെ പല്ല് നാം എപ്പോഴും തേക്കുന്ന ഒരു ശീലം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാര സമയത്തും പല്ല് തേക്കലിനെ നാം നിർബന്ധമാക്കുമായിരുന്നേനെ. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. നിരവധി ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ പറ്റും. ഏതായിരുന്നാലും ധാരാളം ഫവായിദകൾ അൽ മവാഹിബുൽ ജലിയയിൽ 70ലധികം ഫവായിദകൾ, 70ലധികം നേട്ടങ്ങൾ, പല്ല് തേച്ചാൽ ഉണ്ടാകുന്ന 70ലധികം നേട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നമ്മളുടെ ബുദ്ധി വളർച്ച, അതുപോലെ തന്നെ വായുടെ നാറ്റമില്ലാതാക്കാൻ, അങ്ങ് കണ്ണിന്റെ കാഴ്ച കൂടാൻ, നിര വേഗത്തിൽ വരാതിരിക്കാൻ. ഇതൊക്കെ ഒരുപാട് ഇതിന്റെ നേട്ടങ്ങളാണ്. നിര പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, മുടി കറുപ്പിക്കുന്ന ഏർപ്പാടും ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുടി കറുപ്പിക്കുക എന്നുള്ളത് ഹറാമാണ്. അതിൽ മുടി കറുപ്പിക്കുന്ന ചില വസ്തുക്കൾ വുളൂഇന്റെ സാധുതയെ വരെ തടയുന്നതുണ്ട്. വുളൂഇന്റെ സാധുതയെ വരെ തടയുന്നതുണ്ട്. ഏതായിരുന്നാലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുടി കറുപ്പിക്കുന്നൊരു ഈ ഭാഗം ആഖിറുസ്സമാനിൽ വരും. അതേ സമയം നിര വന്ന മുടിയാണെങ്കിൽ മൈലാഞ്ചി ഇടാം, മഞ്ഞ കൊണ്ട് ആവാം, വിരോധമില്ല. പക്ഷേ മുടി കറുപ്പിക്കൽ ഹറാമാണ്. ഇത് നാടുകളിലൂടെ ഇന്ന് വ്യാപകമാണ്. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല നിലക്ക് അവരെ ഉപദേശിക്കണേ. റബ്ബ് നമുക്ക് ഖൈർ പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ശരീരം വൃത്തിയുള്ളതാവണം, നമ്മുടെ ശരീരം വൃത്തിയുള്ളതാവണം. നമ്മളുടെ ഖൽബ് വൃത്തിയായി, ശരീരം വൃത്തിയായി, ഇനി നമ്മുടെ വീടും പരിസരവും വൃത്തിയാവണം. നമ്മുടെ വീട്ടിലേക്ക് കയറിയാൽ ഒരു തരം ദുർഗന്ധം നമുക്കത് അനുഭവിക്കൂല, പുറത്തുള്ള ആളുകൾക്ക് അനുഭവിക്കും. സമയായില്ലേ? ആ നിലക്കാവാൻ പാടില്ല. റബ്ബ് തൗഫീഖ് ചെയ്താൽ അത്തരം കാര്യങ്ങൾ പിന്നീട് ഒരിക്കൽ പറയാം. ഞാൻ ആകത്തുക പറഞ്ഞത് നമ്മുടെ ഖൽബ് വൃത്തി വേണം, നമ്മുടെ ഭാഗ്യമായ തലവും വൃത്തി വേണം. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ജീവിച്ചും മരിക്കേണ്ടവരാണ്. മരിച്ചു കിടക്കുമ്പോൾ മുസ്ലിമായി കടന്നു കൊടുക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ദുആ ചെയ്തു പിരിയാ. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹജ്ജിന് പോവാണ്. ഒട്ടകപ്പുറത്താണ് യാത്ര. ഒട്ടകത്തിനെ തൊലിച്ചുകൊണ്ട് സൗബാത്തായത്തിലൂടെ നടക്കുന്നുണ്ട്. ഒട്ടകത്തിന്റെ കൂടാരത്തിലിരുന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു തങ്ങൾ പൊട്ടി പൊട്ടി പൊട്ടിക്കരയുന്നു. സുഫിയാൻ സൗരി തങ്ങൾ ഒട്ടകത്തിന്റെ കൂടാരത്തിലിരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്.
ഈ കരച്ചിലിന്റെ ശബ്ദവുമെല്ലാം ഓവറായപ്പോൾ താഴത്ത് ഒട്ടകത്തെ തൊലിച്ചു നടക്കുന്ന സൗബാൻ എന്ന അടിമ പറഞ്ഞു, യാ സുഫിയാൻ, ഓ സുഫിയാനെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ കരയുന്നതെങ്കിൽ പൊന്നാര സുഫിയാനു തങ്ങളെ നിങ്ങൾ തെറ്റു ചെയ്യരുതേ. സുഫിയാനു സൗരി തങ്ങളെ മറുപടി പറഞ്ഞത്, വല്ലയോ സൗബാൻ, എനിക്ക് പ്രായപൂർത്തി എത്തിയതു മുതൽ ഞാൻ ഒരു തെറ്റെന്റെ കൽബിൽ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. എനിക്ക് പ്രായപൂർത്തിയായതു മുതൽ തെറ്റ് ചെയ്യല് പോയിട്ട് എന്റെ കൽബിൽ ഒരു തെറ്റും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞത്, സൗബാനേ, എന്റെ ആഖിബത്ത് വിചാരിച്ചിട്ടാണ്, എന്റെ ആഖിബത്ത് വിചാരിച്ചിട്ടാണ് ഞാൻ മുസ്ലിമായി ജീവിച്ചു, ഞാൻ മുസ്ലിമായി ജീവിക്കുന്നു, ഞാൻ ഇപ്പോൾ വലിയ ആളക്കായി നടക്കുന്നു. പക്ഷേ എന്റെ ഈമാന് രക്ഷപ്പെടുമോ? മരിച്ച് കിടന്നു കൊടുക്കുമ്പോൾ മുസ്ലിമായി സുഫിയാന് കിടക്കുമോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു പോയതാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എനിക്കറിയാം ഒരു വലിയ വലിയനെ, എനിക്കറിയാം ഒരു വലിയ മഹാനെ, വലിയ ആലിമാ സൂഫിയാ, ധാരാളം പണ്ഡിതന്മാർ തനിക്ക് ശിഷ്യന്മാരായി ഉള്ള ആളോ, അടിക്കടി നിരന്തരം കറാമത്തുകൾ കണ്ട മനുഷ്യനാ, ധാരാളം കറാമത്തുകൾ കാണിച്ച ആളാ, ആളുകളൊക്കെ കയ്യുമുത്തിയ ആളാ, ആളുകൾ വലിയ വില കൊടുത്തിരുന്ന ആളാ, ഇബാദത്തിൽ വലിയ സൂക്ഷ്മത നടത്തിയിരുന്ന ആളാ. അങ്ങനെയൊക്കെയാണ്. പക്ഷേ പറഞ്ഞിട്ടെന്തു കാര്യം? അവസാനം മരിക്കുമ്പോൾ ഈമാനില്ലാതെ നഷ്ടപ്പെട്ടു പോയി, ഈമാനില്ലാതെ മരിച്ചുപോയി. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വഫാത്തിന് വേണ്ടി കിടക്കുന്ന നേരത്ത് തന്റെ ശിഷ്യന്മാരും കുടുംബക്കാരുമെല്ലാവരും ഒരുമിച്ച് കൂടിയ നേരത്ത് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അവരിങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കണം. ആ ചൊല്ലിക്കൊടുക്കുന്ന കലിമ നിർബന്ധിപ്പിച്ച് ചൊല്ലിപ്പിക്കരുത്. ചൊല്ലിക്കൊടുക്കുന്നത് തെറ്റിദ്ധരിക്കാൻ വകുപ്പില്ലാത്ത ആളായിരിക്കണം. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തിന് കിടക്കുന്ന നേരത്ത് തന്റെ ശിഷ്യന്മാർ കലിമ ചൊല്ലിക്കൊടുക്കുന്നു. ചൊല്ലിക്കൊടുക്കുന്ന കലിമക്ക് ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാമിന്റെ മറുപടി, ലാ ഖൂലു ദാലിക്, ഞാനത് പറയൂല, ഞാനത് ചൊല്ലൂല. ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരും കുട്ടികളും എല്ലാവരും പൊട്ടിക്കരഞ്ഞു. കലിമ ചൊല്ലിയില്ലേലും കുഴപ്പമില്ലായിരുന്നു, ചെല്ലൂലാന്ന് ഖുർത്തുബി വാശി പിടിച്ചു പറയുന്നു. പടച്ചോനെ, ഞങ്ങൾക്ക് കിതാബ് പോയി തന്ന ഉസ്താദാണിത്, നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഉസ്താദാണിത്. പടച്ചോനെ, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ
ഹിദായത്തിന്റെ വഴി കാട്ടിക്കൊടുത്ത ഉസ്താദാണിത്. അവസാനം മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ കലിമ ചൊല്ലിക്കൊടുത്തിട്ട് ചെല്ലുന്നില്ലല്ലോ. ഇതാലോചിച്ച് പൊട്ടിക്കരഞ്ഞ ശിഷ്യന്മാരുടെ ഈ പൊട്ടിക്കരകൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തങ്ങൾ അറിയുന്നു, കേൾക്കുന്നു. അവ ഖുർത്തുബിയോടിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് ചോദിച്ചു, എന്തേ മക്കളെ നിങ്ങൾ കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ കലിമ ചൊല്ലിത്തന്നിട്ട് നിങ്ങൾ ചെല്ലണില്ലല്ലോ, നിങ്ങൾ ചെല്ലൂലെന്ന് പറയാണല്ലോ. അപ്പോൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് കലിമ ചൊല്ലിത്തരുന്ന നേരത്ത് ഞാൻ ലാ അഖൂലു ദാലിക, അത് പറയൂലാന്ന് പറഞ്ഞത് നിങ്ങളോടല്ല. ഇപ്പുറത്തുനിന്ന് എനിക്ക് നിങ്ങൾ കലിമ ചൊല്ലിത്തരുമ്പോ അപ്പുറത്തിൽ നിന്ന് ഇബ്ലീസുൽ ലഈന് ഞാനാണ് റബ്ബെന്ന് പറയൂ ഖുർത്തുബി, ഞാനാണ് റബ്ബെന്ന് പറയൂ ഖുർത്തുബി എന്ന് എന്നോട് ഇബ്ലീസ് പറയുന്നു. ആ ഇബ്ലീസിനോടാണ് ഞാൻ ലാ അഖൂലു ദാലിക, ലാ അഖൂലു ദാലിക, ലാ അഖൂലു ദാലിക, ഞാനത് പറയൂല എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇമാം ഖുർത്തുബി തങ്ങളെ പോലത്തെ വലിയ കിടകറ്റ വലിയ മഹാത്മാക്കളടുക്കൽ വരെ ഇബ്ലീസ് വന്നെങ്കിൽ അവരൊക്കെ അവരെ ഇൽമ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിൽ, അവരൊക്കെ അവരുടെ ഇൽമിന്റെ വലിപ്പം കൊണ്ട് രക്ഷപ്പെട്ടെങ്കിൽ, ഇൽമില്ല അമലില്ല ഒന്നുമില്ലാത്ത നമ്മളെങ്ങനെ രക്ഷപ്പെടാനാണ്? ഇവിടെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഓർക്കുന്നത്, വന്യരായ കോടമ്പുഴ ഉസ്താദ്. അല്ലാഹുവേ ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകണം അല്ലാഹ്. ഉസ്താദിന്റെ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ തലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുകയാണ്, ഒരു ദിവസം ഞാനിങ്ങനെ കടന്നു, ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കടന്നു, ഉറക്കത്തിന്റെ ലെവലേശം പോലുമില്ല. ആ സമയത്ത് എന്റെ കൽബിലേക്ക് ഒരുപാട് നിസ്കാരവുമായി ബന്ധപ്പെട്ട കഥകൾ എന്റെ കൽബിലേക്ക് വന്നു. നേരം വെളുത്തപ്പോൾ രാത്രി തീരെ ഉറക്കം കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഓരോ ചിന്തയാണ്. നമ്മൾ ഉറക്കം കിട്ടാഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ശപിക്കുന്നു. അതേസമയം ഉസ്താദ് അവர்கள் ഉറക്കം വരാത്തപ്പം കൽബിലേക്ക് ഓരോ കഥകൾ ഇങ്ങനെ വരികയാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട അനവധി നിരവധി കഥകൾ. നേരം വെളുത്തപ്പോൾ ഇന്നലെ രാത്രിയിൽ ഉസ്താദിന്റെ മനസ്സിലേക്ക് വന്ന മുഴുവൻ കഥകളും ഉസ്താദ് എഴുതി. അതിലേക്ക് കുറച്ചു കഥകളും കൂട്ടി. അതാണ് ഉസ്താദിന്റെ ഖിസസുസ് സ്വലാഹ്. അവരുറക്കം വരാതിരിക്കൽ കിതാബിനുള്ള കാരണമാണ്. അവരുറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴും എല്ലാം ഗ്രന്ഥങ്ങൾ എഴുതുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ അവരെ ഈമാന് കൊണ്ടും ഇൽമു കൊണ്ടും രക്ഷപ്പെടുമ്പോൾ അമലോ ഈമാലോ ഒന്നുമില്ലാത്ത നമ്മൾക്ക് ഒരു വഴിയും ഇല്ല. ഈ മഹാത്മാക്കളെ ഇഷ്ടപ്പെടലും അവരെ പൊരുത്തപ്പെടലും അവരുടെ തൃപ്തിയും അല്ലാതെ പടച്ചറപ്പിനോട് എപ്പോഴും നാം പറയേണ്ടത്, പടച്ചറപ്പിനോട് എപ്പോഴും നാം ചോദിക്കേണ്ടത്, അല്ലാഹ് എന്നെ നീ മുസ്ലിമായി ജീവിപ്പിച്ചതുപോലെ മുസ്ലിമായി മരിപ്പിക്കണേ. അല്ലാഹ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നാം സിയാറത്തിന് പോകുമ്പോൾ, മഹാത്മാക്കളെ കാണുമ്പോൾ അവരോട് നാം പറയേണ്ടത്, നാളെ ഇബ്ലീസുൽ ലഈനിനോട് പടപെട്ടി ഞാൻ കിടക്കുന്ന നേരത്ത് എന്നെ രക്ഷപ്പെടുത്താൻ
എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ വരണേ എന്നോ. ആ ഇബ്ലീസാകുന്ന പഹയനെ നാം മല്ലിട്ടാൽ രക്ഷപ്പെടുമോ എന്നറിയില്ല. ആ മഹാത്മാക്കളുടെ സാന്നിധ്യമുണ്ടായാൽ ഈമാനോടെ മരിക്കാം, ഈമാനോടെ കടന്നു കൊടുക്കാം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. അല്ലാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ കബൂലാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. നീ ഞങ്ങളെ പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട ആദരിച്ചവൽ പൊടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നീ റമദാന് കൊണ്ട് വിജയിച്ചവൽ പൊടുത്തണേ അല്ലാഹ്. റമദാന് കൊണ്ട് പരാജയപ്പെട്ടവൽ പെടുത്തരുതേ അല്ലാഹ്. റഹ്മത്തിന്റെ പത്തിൽ ഞങ്ങൾക്ക് റഹ്മത്ത് തരണം അല്ലാഹ്. മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഇത്ഖും മിനന്നാറിന്റെ പത്തിൽ ഞങ്ങൾക്ക് ഇത്ഖും മിനന്നാർ നൽകണം അല്ലാഹ്. യാ റബ്ബി അല്ലാഹ്, ഞങ്ങളെ വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. പ്രയാസങ്ങൾ നീ അകറ്റണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ കഷ്ടപ്പാടുകൾക്കൊക്കെ നീ ഒരു കരകാട്ടി തരണം റഹ്മാനെ. അല്ലാഹുവേ, കടം തൊണ്ട കുഴി വരെ മുങ്ങിക്കിടക്കുകയാണ്. എല്ലാ കടങ്ങളും നീ തീർത്ത് സലാപത്ത് നൽകണം റഹ്മാനെ. പടച്ചോനെ, പല കാരണങ്ങളാലും ഞങ്ങളെ മക്കൾക്കുള്ള കല്യാണങ്ങൾ മുടങ്ങിക്കിടക്കുന്നു റഹ്മാനെ. ഖൈറായ നല്ല അനുയോജ്യമായ വിവാഹിതരിലേക്ക് ഞങ്ങളെ മക്കളെ നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നീ സ്വാലിഹീങ്ങളായ നല്ല ഭർത്താക്കന്മാരെ തരണേ അല്ലാഹ്. നല്ല ദാക്റുകളായ സ്വാലിഹത്തായ ഭാര്യമാരെ ഞങ്ങളെ മക്കൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ വേദനകൾ, യാതനകൾ, മുട്ടുവേദന, കാലുവേദന, ഊരവേദന, തലവേദന, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വേദനകളും നീ ശിഫപ്പെടുത്തി തരണം റഹ്മാനെ. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലത്തെ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങൾക്ക് സലാമത്തും ഹിഫ്ളും നൽകണം അല്ലാഹ്. പടച്ചറബേ, മരണം വരെ നിസ്കരിക്കാൻ തൗഫീഖാക്കണേ അല്ലാഹ്. പടച്ചറബേ, കിടക്കപ്പായിൽ കിടന്ന് നരകിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകരുതേ റഹ്മാനെ. ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ നോക്കി അറുത്ത് വെറുത്ത് ഞങ്ങളെ കാഷ്ടവും മൂത്രവുമെല്ലാം മറ്റുള്ളവർ വൃത്തിയാക്കുമാർ വിധത്തിൽ ഞങ്ങളെ ഔറത്തെല്ലാം മറ്റുള്ളവർ കണ്ട് ഞങ്ങളെ നീ വഷളാക്കി ആയിപ്പാക്കി നീ ഞങ്ങളെ കടത്തരുതേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. വിശിഷ്യ ഈ ക്ലാസിനും ഈ സ്ഥാപനത്തിനും ഇതിനെല്ലാം കാരണക്കാരായ ഞങ്ങളെ ഈ വഴിയിലൊക്കെ ആക്കി ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അവിടുത്തെ കൈകൾക്ക് നീ ശക്തി നൽകണേ അല്ലാഹ്. ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും എല്ലാറ്റിലും നീ വലിയ ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാഹ്. ഉസ്താദ് അവറുകളുടെ അനിയനും അതുപോലെ തന്നെ ഹംസ ഉസ്താദും ഖാദർ ഉസ്താദ് അടക്കം വഫാത്തായി പോയി. പാപ്പയും ഉമ്മയും വഫാത്തായി പോയി. പടച്ചറബേ, അവരൊക്കെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ൽ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. അവരുടെ ഒക്കെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ൽ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ സിയാറത്തിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്.
അല്ലാഹുവേ ഈ റമദാൻ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഞങ്ങളെ ദോഷങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഞങ്ങളെ കൽബ് നന്നായി വൃത്തിയാക്കി റമദാന് കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഗൾഫിലുള്ള ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളെ മക്കൾ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്. നാട്ടിലുള്ള ഞങ്ങളെ മക്കളെ ജോലിയിൽ ബറക്കത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ ബറക്കത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വീട് പണി ഉദ്ദേശിച്ച പലരും ഉണ്ട്. ഖൈറായ നിലക്ക് വീട് പണി പൂർത്തിയാക്കാൻ തൗഫീഖാക്കണേ അല്ലാഹ്. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖൈറായ നല്ലൊരു വീട് അവർക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിന്റെ മഹ്ശറാവൻ സഭയിലും നിന്റെ ജന്നാത്തുൻ നഈമിലും ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി തരണം അല്ലാഹ്. പടച്ചറപ്പേ, അവസാനമായി മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പടച്ചറപ്പേ മഹൽമാക്കളെ സാന്നിധ്യത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നത് കേട്ട് കാമിലായ വുളൂഓടുകൂടെ റഹ്മത്തിന്റെ മലായികത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അല്ലാ തഖാഫു വലാ തഹ്സനു അബ്ശിറൂ ബിൽ ജന്ന എന്ന് സന്തോഷം അറിയിച്ചുകൊണ്ട് മരണപ്പെടാൻ ഞങ്ങൾക്ക് മാത്രം പോരാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക്, ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ മരുമക്കൾക്ക്, ഞങ്ങളെ സ്നേഹിച്ചവർക്ക്, ഞങ്ങളെ സഹായിച്ചവർക്ക്, പടച്ചറപ്പേ കോടമ്പുഴയിൽ ഞങ്ങൾ ജീവിച്ച കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, ഞങ്ങളെ ഉമ്മമാർക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. അങ്ങനെ ഞങ്ങളെ മയ്യത്ത് നിസ്കരിക്കാൻ വരുന്ന ആളുകളുടെ മുന്നിൽ മുസ്ലിമായി കടന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖും മഅദായ ഫള് കൊണ്ട് നൽകണേ അല്ലാഹ്. പടച്ചറപ്പേ, ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ നോക്കിയ ഞങ്ങളെ ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും പോലെ, ഞങ്ങളെ ഉമ്മ ഞങ്ങളെ നോക്കിയതുപോലെ 9 കൊല്ലക്കാലം ഞങ്ങളെ തീറ്റിപ്പോറ്റിയ വെറുക്കാതെ അറുക്കാതെ ഞങ്ങളെ മറ്റൊരു മക്കളെ പോലെ കാണാതെ സ്വന്തം മക്കളെ പോലെ കണ്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ, മുതല്ലിമീങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നവർ, റബ്ബേ അതെല്ലാം ആഖിറത്തിൽ അവർക്ക് വലിയൊരു മുതൽ കൂട്ടാക്കണേ റഹ്മാനെ. ഖബറിൽ പ്രകാശം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله